ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. എനിക്കൊന്ന് കേൾക്കണം. നീ കേക്ക് ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ നിന്ന് നോക്കി നടന്നു പറയാം. എനിക്കറിയാമല്ല, അവള് പോലീസ് സ്റ്റേഷനിൽ പോയാൽ നമ്മളെല്ലാരും കുടുങ്ങും. ആകെ പണിയാ. അവൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലരുത് പറഞ്ഞാൽ നമ്മളെല്ലാം കുടുങ്ങും. പ്രശ്നമാണ്. എന്തെങ്കിലും നോക്കണം. എടാ ഒരു ഐഡിയ ഉണ്ട്. നീ ഒരു പണി, നീ ഒരു പെട്രോൾ എടുത്ത് അവിടെ പുറകെയല്ലേ. അതൊന്നും ശരിയാവത്തില്ല. അതേ അല്ല ഇനി മാർഗം. അവിടെ നിൽക്കാൻ ഇനി അതേ മാർഗം. അവളെ അത് കാണിച്ച് പേടിപ്പിരി. എടാ അതൊക്കെ വേറെ വലിയ പണി. അതേ അല്ല പണിയെന്ന്. എന്നാ ചെല്ല് പോയി പെട്രോൾ എടുത്തല്ലോ. ഓടിച്ചോ. ഈ ലോകത്തിൽ സിനിമ ആഗ്രഹിക്കാത്ത ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഈ സിനിമ പൂർണ്ണമായിട്ടും ഒരു സിനിമയുടെ കഥ സൃഷ്ടിക്കുന്ന രീതിയെക്കുറിച്ച് പറയുന്നതാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച കളിയാക്കലുകളും അവഗണനകളും പിന്നെ പ്രതിഫലമില്ലാത്ത ഒരുപാട് ജോലികളും അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഈ സിനിമ. അല്ല, ശരിക്കും നിന്റെ വീട്ടിലെ പ്രശ്നം എന്താ? വൈഫായിട്ട് പ്രശ്നത്തില്ല, സമ്മതിക്കണില്ല. സിനിമ 3 വയസ്സുള്ള പെങ്കൊച്ചാണ് എനിക്കിപ്പോൾ. അത് പറഞ്ഞിട്ടാണ് അവളിപ്പോൾ പ്രശ്നമാകുന്നത്. എനിക്കറിയില്ല എന്ത് ചെയ്യണം. സിനിമ എന്ന് പറയുന്നത് കാണുമ്പോൾ തീരുന്ന ഒരു ബിസിനസ്സാ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അസറ്റ് ഒന്നും ഇല്ലാത്തൊരു സാധനമാണ്. ആത്മാർത്ഥമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ അവൻ രക്ഷപ്പെട്ടിരിക്കും. എടാ, എനിക്കിന്നൊരു ഓഡിയേഷൻ ഉണ്ട്. പോയിട്ട് എന്ത് കാര്യം? അല്ല, പോവാതിരുന്നിട്ട് എന്ത് കാര്യം? പോയാൽ ചിലപ്പോൾ കുറച്ച് കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതുവഴി ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടാം. സംഗതിയൊക്കെ ശരി തന്നെയാണ്. 1000 പേരും 2000 പേരൊക്കെ വരും. അതിനകത്ത് അവർക്ക് വേണ്ടിയത് ആകെ 1-2 പേര്, ഏറ്റവും നല്ല കഴിവുള്ള ആൾക്കാർ. ആ ഒരാൾക്ക് വേണ്ടി ഈ 2 പേർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഒരു ഓഡിഷൻ നടത്തുന്നത് തന്നെ. പിന്നെ ഒരാകെ ഗുണമുള്ളത് നീ പറഞ്ഞത് ശരിയാണ്, കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ കിട്ടും. അത് വെച്ച് പിടിച്ച് കയറാൻ പറ്റുമെന്നുള്ളത് മാത്രമാണ് ഇത്. അല്ലാതെ നമ്മളൊക്കെ കണ്ണിറക്കിയാലേ എവിടെ രക്ഷപ്പെടാനാണ്. അതൊക്കെ പണിയെടുത്ത് തന്നെ രക്ഷപ്പെടണം. അതെ, അത് തന്നെ. നിനക്ക് എവിടെ ഓഡിഷൻ പറഞ്ഞു? അത് വൈകിട്ട് പാലത്തിന്റെ അടുത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിലാണ്. നമുക്ക് അങ്ങോട്ട് പോകല്ലേ? നീ വരുന്നില്ലേ? ഞാനിപ്പോ മൂഡിലൊന്നുമല്ല. ഈ കൊച്ചു അതെന്താ? മൂഡ് ശരി. ഓക്കേടാ, തകർത്ത് തരിപ്പണാക്കി.
റെഡി? ഞാനിതാ വൈറ്റിലെ പാലത്തിന്റെ അടിയിൽ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട്, അവിടെ വന്നതാണ്. നമ്മുടെ ഫ്രണ്ടില്ലേ നൗഷാദ്, അവനെ കൊണ്ട് വന്നതാ, അവനൊരു ഓഡീഷൻ പോകണമെന്ന് പറഞ്ഞിട്ട്. ഇനി നീ ഇങ്ങനെ ടെൻഷൻ ആവില്ല, ഞാൻ അവനൊരു നല്ല അവസരത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ അവനെ കൊണ്ടുവന്നേ. നീ ഇങ്ങനെ പറയല്ലേ, ഒരു വീട്ടിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലല്ലേ, മനസ്സിലാക്കി. നീ ഇങ്ങനെ പറയല്ലേ. നീ ഡെസ്പ് ആവല്ലേ, നീ ഒന്ന് ടെൻഷൻ ആവാണ്ടിരി, ഞാൻ നിന്നെ വിളിക്കാം. എന്ത് പറ്റി? ആകപ്പാടെ ഒരു വട്ടുപിടിച്ച മൂഡിലാണല്ലോ. എന്താണ് സീൻ? എന്താണ്? എന്ത് ഓഡീഷനാണോ ആളെ വെട്ടാറാക്കാൻ വേണ്ടിട്ട്? എന്തിനു കഴിയുന്നില്ലെങ്കിൽ എന്തിനാ ഓഡീഷനൊക്കെ നടത്തുന്നത്? വെറുതെ ആവശ്യമില്ലാതെ കോണ്ടാക്ട് വാങ്ങാന്ന് പറഞ്ഞിട്ട് ആ കോപ്പ് 2000-3000 ആൾക്കാരുണ്ട്, അതിനിടയിൽ എങ്ങനെ എന്നെ തപ്പിയെടുക്കാനാണ്? ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മുടെയൊക്കെ ജീവിതവും നമ്മുടെ കഷ്ടപ്പാടൊന്നും അവർക്കറിയില്ല. കുറെ ഓഡിയേഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ആളെ വെറുതെ വെക്കാറാക്കാൻ വേണ്ടി. എല്ലാം ഒരു ബിസിനസ്സാണ്, അത്രേ ഉള്ളൂ. സാരല്ല, പോട്ടെ, വാ പോവാ. അടുത്ത പരിപാടി എന്താ നോക്കാം. അത് ചുമ്മാ ആലോചിച്ച് ഭ്രാന്ത് പിടിക്കാൻ വിട്ടുകളടാ. ഒരു സിനിമക്കൊക്കെ പോയിരുന്നെങ്കിൽ അത്രയ്ക്ക് സന്തോഷമായെന്നെ, കുറച്ച് ഹാപ്പി ആയിട്ടെങ്കിൽ ഇരിക്കായിരുന്നു. ഇത് ചുമ്മാ അലമ്പ്. നീ വല്ല സിനിമയായിട്ടുണ്ടോ നോക്കിയേ? എത്ര കാലായി ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്? അല്ലടാ, ഇപ്പൊ പോയിട്ട് ഏത് പടം കാണാനാ? ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടോ നോക്ക്, തലക്ക് വട്ടുപിടിച്ചിട്ട് വയ്യ. എന്തിനാ നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള പണിയൊക്കെ തരുന്നേ? ഓരോ ആൾക്കാരും പടം എടുത്ത് കാണിച്ചത് 2 മണിക്കൂർ എന്ത് ലാഗാണ്. നമുക്ക് അവസരമില്ല. എന്തെല്ലാം അതിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഡയറക്ഷനും. ഇതിനും ബെറ്റർ ആയിട്ട് നമുക്ക് തിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. ഇത് നല്ല കഥ കിട്ടി, ഇത് നല്ല സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് നല്ല ക്യാമറ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കഥ വേണ്ടേ? കഥ വേണ്ടേ? ആ ഇത് നമ്മുടെ പ്രൊഡ്യൂസറാണ് സാറേ.
ഇപ്പോഴത്തെ ആനുകാലിക പ്രത്യേകതയുള്ള എന്തെങ്കിലും ഒരു വിഷയം മതി, അതാണ് അതിന്റെ പരിപാടി. അപ്പൊ അതെടുക്കാം കേട്ടോ. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ എന്തായാലും വരാൻ മീറ്റ് ചെയ്യാം. ഓക്കെ. നമ്മളൊരു പ്രൊഡ്യൂസറാ, പുള്ളിയോട് ഞാനൊരു കഥ പറയാന്ന് പറഞ്ഞു. കഥയുണ്ടോ? എന്താ ഞാനിപ്പോ എന്നോട് പോയി പറയാം, കഥ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ പ്രൊഡ്യൂസർ ഉണ്ട്, കഥയാണ് ഇല്ലാത്തത്. നല്ല ബജറ്റുള്ള പടമാണോ? ഒരു ആവറേജ് ബഡ്ജറ്റ്. അവർക്ക് എന്ത് ടൈപ്പിലുള്ള ഫിലിമാണ് വേണ്ടത്, എന്ത് സ്റ്റോറിയാണ്? ഈ ആനുകാലിക കാലഘട്ടങ്ങളിൽ നടക്കണം. എന്നാലേ നമുക്കൊരു പടപടച്ചാലോ? എന്താണ് കഥ? നമുക്ക് ആ പെണ്ണിനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന സാധനം കിട്ടണം. പെട്രോൾ ഒഴിക്കുന്ന സംഭവം ഒരുപാട് നടക്കുന്ന സംഭവം ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലേ? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. ആദ്യത്തെ സീനിൽ തന്നെ സസ്പെൻസ് വേണം കേട്ടോ. നമുക്കത് പൊട്ടിച്ചാലോ? എന്നാ ചെല്ല് പെണ്ണോ പോയി പെട്രോൾ എടുത്തല്ലോ ഓടിച്ചാലോ. അത് സസ്പെൻസ് കൊള്ളാട്ടോ. ഈ സസ്പെൻസ് വർക്കൗട്ട് ആവും. ആയാ മതി. അത് നമുക്ക് ഈ നാട്ടിൻപുറത്ത് നടക്കുന്ന പോലെ അങ്ങ് തുടങ്ങിയാലോ? മതി. അതാകുമ്പോൾ ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു കഥയും ആവും. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു കഥയുണ്ട്, കണ്ടിരിക്കാൻ രസവും ഉണ്ടാവും. ഷൂട്ടിങ് വളരെ എളുപ്പമായിരിക്കും. വലിയൊരു ബഡ്ജറ്റിൻ്റെ ആവശ്യവും വരുന്നു. പ്ലാൻ ചെയ്തിട്ട് അങ്ങ് ചെയ്താൽ മതി. വർഷങ്ങളായിട്ട് നീ പ്ലാൻ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ പക്കി ആരാടാ? പക്കിയില്ലേ? പക്കി എൻ്റെ മകൾക്ക് കൊടുത്ത പ്രേമ ലെറ്ററായത്. ഇത് അവന് തന്നെ തിരിച്ചു കൊടുത്തേക്കണം. ഇനി ഈ പരിസരത്തെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ അടിച്ച് നിന്നെയൊക്കെ ഷേപ്പ് മാറ്റി കളയുന്നുണ്ടോ? കേട്ടല്ലേ പറഞ്ഞത്? നീ എന്താ പണിയാടാ കാണിച്ച? അവിടെ കുടുംബശ്രീ പെണ്ണുങ്ങളെല്ലാം കൂടി എന്റെ കത്ത് കൊടുത്തെന്നും പറഞ്ഞ് എന്നെ തല്ലാൻ നടപ്പുണ്ടല്ലോ. അയ്യോ, അമ്മയായിരുന്ന ഞാൻ അവളാന്നോർത്താണ് കത്ത് കൊടുത്തത്. നോക്കട്ടെ. അഞ്ജന പ്ലസ് പട്ടി. അടിപൊളി. പ്രിയപ്പെട്ട അഞ്ജനെ, ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. പക്ഷെ നമ്മുടെ സാമ്പത്തിക അന്തരം നമ്മളെ വേർതിരിക്കുന്നു. നിന്റെ അച്ഛന് ബൈക്കാണ്, എന്റെ അച്ഛന് സൈക്കിള്. നിന്റെ വീട്ടിൽ കിണറാണ്, എന്റെ വീട്ടിൽ കുളം. നിന്റെ അച്ഛൻ പോലീസ്, എന്റെ അച്ഛന് ചെത്ത്. നമ്മളെങ്ങനെ ഒന്നിക്കും? ഇത് കേട്ട് കഴിഞ്ഞാൽ കുടുംബശ്രീക്കാരല്ല, നാട്ടുകാർ പിന്നെ തന്നെയല്ല. ഞാൻ കത്തെങ്കിലും കൊടുത്തു, നീ വല്ലതും പറഞ്ഞ ഇത്ര നാളായിട്ട്? എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളാം, ഞാൻ നേരിട്ട് പറഞ്ഞോളാം. ഇതുപോലെ കത്തത് ഞാൻ കൊടുക്കത്തൊന്നും നേരിട്ട് പറഞ്ഞോളാം. പിന്നെ നീ പറയും, നീ ഇപ്പൊ തന്നെ പറയും. നീ ഒന്ന് പോടാ, നീ എന്നെ കളിയാക്കാ. പക്ഷെ എന്റെ പൊന്നലേ, നിനക്ക് തെങ്ങി വല്ല വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എല്ലാം പറഞ്ഞാൽ പോരായിരുന്നു. അളിയാ, ഞാൻ ഒരു പ്രാവശ്യം ഇത് വാട്സപ്പിൽ പറഞ്ഞു, അത് മറ്റേ ഗ്രൂപ്പിലോട്ട് പോയി. ഇത്രയും ഗ്ലാമറുള്ള ഭൂലോക തോൽവിയിൽ ഞാൻ ആദ്യമായിട്ട് കാണിയത് കേട്ടോ.
നിന്റെ പ്രണയം എവിടം വരെയൊക്കെ ഇട പോയത്. ആ അത് ശരിയാവൂല. ഞാൻ ഇപ്പൊ ഉടനെ പറയും. നാളെ പറയും. നീ പറയണ്ട, നിനക്ക് ധൈര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞോളാം. ഇവന് നിന്നെ ഇഷ്ടമാണെന്ന്. എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞത്. എടാ നമുക്കേ ഒരു ഗ്ലാമറുള്ള പെൺകുട്ടിയെ വേണ്ടേ നായികയായിട്ട്. എന്ന് വെച്ചാൽ ഈ പ്രണയവും ഒക്കെ പറയുന്നതുകൊണ്ട് അത് കേൾക്കണമെങ്കിൽ ഒരു ഗ്ലാമറുള്ള പെൺകുട്ടി വേണ്ടേ? അതൊക്കെ പഴഞ്ചലാണ് പറഞ്ഞത്. ഒരു നാടൻ കഥ പറയുമ്പോൾ നാടൻ പെൺകുട്ടിയും നാട്ടു തരികയിലെ കുട്ടികളല്ലേ നല്ലത്. അതല്ലേ അതിൻ്റെ ഒരു ശരിയായ രീതി. നമുക്ക് ഒരു നാടൻ ബുക്ക് മതി. ആ ഇതുവരെയുള്ള നന്നായിട്ടുണ്ട്. പ്രണയവും കുഴപ്പമില്ല. ഇപ്പോൾ ലോക്കൽ രീതിയിൽ ക്യാരക്ടേഴ്സൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഇനി ഇതിൻ്റെ ട്രാക്ക് മാറണം. ഒരു ഇമോഷൻ സീൻസ് ഒക്കെ ഇതിന് കൊണ്ടുവരണം. കുറച്ചും കൂടി സീരിയസ് ആവണം കഥ. അതിലിപ്പോൾ നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? നീയാണ് ഞങ്ങൾക്ക് ഉച്ചയെന്ന് ഞങ്ങൾക്കറിയാം. രണ്ട് ദിവസം ഞങ്ങൾ ആട്ടകളെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും പോകാനൊന്നുമില്ല. നിങ്ങളുടെ പണിയാലും ഞങ്ങൾക്കറിയാം. പണിത് കളയണം അയാൾ. ഞങ്ങൾ കാണിച്ചു തരാം. പഞ്ചവർണ്ണ കിളി ചേലുള്ള പുന്നാര ചെമ്പക പൂമലരേ തക്കാളി ചോപ്പുള്ള കവിളോരത്ത് നാണത്തിന്നുണപ്പൊഴിയോ തക്കാളി രണ്ട് തലേൻ്റെ കുറവുണ്ട്, അതങ്ങ് കൊടുത്തേക്കും. കഴിഞ്ഞ ഞാനല്ലേ കൊടുത്തു, ഇപ്പൊ നീ കൊടുക്കും. ആശുകാരി എന്താടി എന്റെ തനിക്കോളം നീ കാണും. സിദ്ധി എന്താ വിളിച്ചെന്താ? ഇരിക്കും. എന്താ ചേച്ചിയുടെ കാര്യം. എന്താ ചേച്ചിയുടെ ഇതുവരെ കടം കൊടുത്തു തീർക്കാൻ പറ്റിയിട്ടില്ല. എന്താ പലിശക്കാരൻ വന്ന് ബഹളോടെ ബഹളാ. പലിശക്കാരൻ നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ. അതിപ്പോ വേറെ എന്താ ചെയ്യാനെന്താ? ചേച്ചിക്ക് ആക്സിഡന്റ് പറ്റിയിട്ടില്ല, പറ്റിക്കഴിഞ്ഞാൽ ബോഡി നാട്ടിൽ കൊണ്ടുവരുത്തില്ലെന്നല്ലേ ചോദിക്കുന്നത്. ഇപ്പൊ എന്താ ചേച്ചിയുടെ ബോഡി ഇവിടെ കൊണ്ടുവരുന്നതിന് ലക്ഷങ്ങൾ അതിൽ ചെലവാകും. അതുകൊണ്ടാണ് നമ്മൾ അത് കൊണ്ടുവരാൻ നോക്കാത്തത്. എടാ ഈ നായികയുടെ ചേച്ചി കുവൈറ്റിലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കുവൈറ്റിലൊക്കെ പോയി ഷൂട്ട് ചെയ്യേണ്ടി വരും. മലയാള സിനിമയിൽ കുവൈറ്റ് പോയി ഷൂട്ട് ചെയ്യുന്നു. ഇവിടെ മലയാള സിനിമയിൽ അമേരിക്ക പോയി ഷൂട്ട് ചെയ്യുന്നു പറയുന്നതൊക്കെ അമേരിക്ക പോയി ഷൂട്ട് ചെയ്തതാ. എടാ മലയാള സിനിമയാണിത്. ഇവിടെ അങ്ങനത്തെ വിഷയമൊന്നുമില്ല. പറഞ്ഞാ മതി, മനസ്സിലാവും. അമ്മ പറയുന്ന വീട് വെക്കാൻ. വീടിപ്പോ വിറ്റിട്ട് എന്ത് ചെയ്യാനാ? വീട് വിൽക്കുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ. അല്ല, വീട് വിൽക്കേണ്ടി വന്നാലും പിന്നെ നമ്മുടെ കാര്യമൊക്കെ വലിയ പ്രശ്നമാകത്തില്ലേ? നമ്മുടെ കാര്യം എന്താ പ്രശ്നം? എന്താ കല്യാണ കാര്യമൊക്കെ വരുമ്പോൾ സ്ത്രീധനമൊക്കെ
സ്ത്രീധനം നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ഇതിൻ്റെ കല്യാണത്തിൻ്റെ കാര്യമൊന്നും നോക്കിയത്. സ്ത്രീധനത്തിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അത് വീടെന്തായാലും ഇപ്പോൾ വിൽക്കണ്ട, ബാക്കി നമുക്ക് ആലോചിക്കും. ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വീട്ടിലൊക്കെ പ്രശ്നമാവും ആ സമയമൊക്കെ ആകുമ്പോൾ. എനിക്ക് പ്രശ്നമില്ലല്ലോ, പിന്നെ ആർക്കാ പ്രശ്നമുണ്ട്? പലിശക്കാരൻ നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ, അതിപ്പോൾ വേറെ എന്ത് ചെയ്യാനുണ്ട്? ഇപ്പോൾ നായകൻ നായികയുടെ പ്രശ്നത്തിൽ ഇടപെടും, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മുടെ നായകന് ഈ നായികയുടെ പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനോ അത് സോൾവ് ചെയ്യാനോ ഉള്ള കഴിവുണ്ടെന്ന് തോന്നുന്നില്ല. അത് നീ പറഞ്ഞത് ശരിയാണ്. എനിക്ക് വേണ്ടത് ഈ പടത്തിൽ കുറച്ചും കൂടി സ്ട്രഗിൾസ് ആഡ് ചെയ്യിക്കുക. അതിനിപ്പോൾ എന്താ? അതിനല്ലേ ഒരുപാട് കൂട്ടുകാർ. ഈ ലോകത്തെ എല്ലാ പ്രോബ്ലം ഉണ്ടാക്കുന്നതും കൂട്ടുകാരാണ്, അത് സോൾവ് ചെയ്യുന്നതും കൂട്ടുകാരാണ്. അതിലൊരു കൂട്ടുകാരന് നമുക്ക് പണി കൊടുക്കാം. അതാകുമ്പോൾ കഥയെ നമുക്ക് വേറൊരു രീതിയിലും കൂടി കൊണ്ടുപോകാൻ പറ്റും. പൊന്നളിയ നീ എവിടെയാണ്? ഇവിടെ തിരക്കായിട്ടാണ് ഇരിക്കാം. എനിക്ക് സപ്ലൈ ആയിരിക്കും, എനിക്കൊന്നും സപ്ലൈ ആണ്. ഇപ്പം അത് റിപ്ലൈ വരാറൊന്നുമില്ലല്ലോ. ഇവിടെ ഒരു 1000 രൂപ വേണമായിരുന്നല്ലടാ, നാളെ കറക്റ്റ് ചെയ്യാം. ഇല്ലെന്ന് പറയരുത്, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ആ പലിശക്കാരൻ വന്ന് കിടന്നത് ആകെ പ്രശ്നമാണ്. ഇവിടെ ഇല്ലെന്ന് പറയാതാ. കാശ് കൊടുത്തില്ലെങ്കിൽ വിഷയം ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ തരാം, ഞാൻ നാളെ. ആകെ പ്രശ്നമായതുകൊണ്ടാണ്. മീനിന് ഇര മേടിക്കാൻ കാശില്ല, അപ്പോഴാണ് ഹൗസ് ബോട്ട്. അവന്റെ രക്ഷയൊന്നില്ല. ഞാൻ അവനെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് രക്ഷയില്ലെന്നല്ല പറയണം. നീ ഒന്ന് വിളിച്ചു നോക്കുന്നു. ഒരു കാര്യം ഒരു മനുഷ്യനൊരു ആലോചിക്കാൻ ഫോണും കട്ടായി. എനിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. അവന് ടെൻഷൻ അടിച്ചിരിക്കാൻ നേരത്ത് ഓരോ പുള്ളകളെയും കൊണ്ട് വരുവാണ്. നീ ഇന്നലെ ഒരു പെണ്ണുമായിട്ട് ഭയങ്കര സൊള്ളലായിരുന്നല്ലേ? ഒന്നും പറയണ്ട ചേട്ടാ, ഞാൻ എന്നെ അറിയാല്ല. പെണ്ണുങ്ങളോട് വിട്ടാ പേടിയാണ്. ഞാൻ നിന്ന് വിറക്കായിരുന്നു. നിങ്ങളുടെ സംസാരം കണ്ടിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ തോന്നിയ. 5ാം ക്ലാസ് വിട്ടാ കൊച്ചിനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അവളോട് പറയാൻ പറ്റിയിട്ടില്ല ഇതുവരെ. എനിക്ക് പേടിയാണ്. അജാൻ അറിയാല്ല പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പേടിയാണെന്ന്. നമ്മള് വലിയ അലമ്പനൊക്കെ അല്ലേ, വലിയ ഗുണ്ടയാണ് മറ്റാ മറിച്ചാന്നൊക്കെ അല്ലേ നാട്ടുകാർ പറയണത്. പിന്നെ എങ്ങനെയാണ്? പെണ്ണിനോടുണ്ട്, പെണ്ണോട് പറയാൻ പറ്റുന്നില്ല. പറയാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ പഠിപ്പുമില്ല, നാട്ടിൽ അലമ്പനായതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ നല്ല പേടിയുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. ഒന്നും പേടിക്കണ്ട, നമുക്ക് അവളെ തന്നെ അങ്ങ് കിട്ടിയേക്കാം. ആശാന്റെ എന്തെങ്കിലും ഒരു ബുദ്ധി എനിക്ക് പറഞ്ഞതാ. അതിന് നമുക്കൊരു ചെറിയ പണിയുണ്ട്. നമ്മളേലും ഇപ്പൊ ഇവിടെ കൃഷി ഇറക്കണുണ്ടല്ലോ, നമുക്ക് ആ കൃഷിയിൽ ഒരു കർഷകയൊക്കെ മേടിച്ചിട്ട് നമുക്ക് അവളുടെ വീട്ടിലോട്ട് ചെല്ല. തന്നില്ലെങ്കിൽ നമുക്ക് മിഥുനത്തിലെ പോലെ തട്ടിക്കൊണ്ടങ്ങ് പോയേക്കാം. നമുക്ക് 10-22 വയസ്സാകാൻ പോണ്. ഇനി അവളെ വീട്ടിൽ കല്യാണം ഉറപ്പിച്ച് അവള് പോകും, പിന്നെ നശി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇതിനേക്കാളും കൂടുതൽ അലമ്പായിരിക്കും. നീ എന്താ ഫോൺ എടുക്കാത്തത്? ആര് വിളിച്ചു? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു? നീ ആ മൊബൈലിൽ നോക്കണം. നിന്റെ നീ എത്ര പ്രാവശ്യം വിളിച്ചേ? കൊല്ലൊക്കെ വിളിച്ചിട്ടില്ല. ഇവിടെ 10 പ്രാവശ്യം വിളിച്ചു. നീ അതിലൊന്നും നോക്കണം. എന്താ വിഷയം? എന്താ പൈസ തരാൻ ഉദ്ദേശിച്ചില്ല. എടാ, ഞാൻ പൈസ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അറേഞ്ച് ചെയ്ത് തരാം. നീ അതിന് പൈസ ആണെങ്കിലേ നിന്റെ വീട്ടിൽ വന്നിരിക്കും ഞാൻ. എടാ, ഞാൻ നിന്റെ പൈസ 2 ദിവസം കഴിയുമ്പോൾ അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞു. തരാൻ ഉദ്ദേശിച്ചില്ല, അത് പറഞ്ഞ ചോദ്യം. ഞാൻ പൈസ തരാന്ന് പറഞ്ഞു. നീ ചൂടാണ്. കൂടുതൽ കളിച്ചാൽ ഞാൻ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. വീട്ടിലേക്ക് വന്നെ അതിന് നീ കിടക്കാൻ നിന്റെ സംശയം കിടക്കണം. നീ അവനെ പിടിച്ചാൽ നീ അവനെ പിടിച്ചാൽ മാത്രം നീ തരാൻ പറ്റുന്നത് പറഞ്ഞപ്പോഴാണ് നീ വിളിച്ചു പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത്
സാറിന് വിളിച്ച് നേരെ പറയാം. നീ ആളുടെ അതൊക്കെ ശരി. ഓക്കെ. എന്താണ് ഇന്നെങ്കിലും മീൻ കിട്ടിയാ? എവിടെ കിട്ടാണ് ആശാനെ? അബി ഇര മേടിക്കാൻ പോയിട്ട് അവൻ അതുവഴി ആരാൻ വിളക്ക് വെള്ളം അടിക്കാൻ പോയെന്നാ തോന്നണം. നമ്മുടെ പ്രവീണിനെ വേണ്ടിയിട്ട് അടിക്കുന്നത്. ഏത് മനുഷ്യക്കാരാ? ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പൈസ വന്നിട്ട് ഒറ്റണ്ണം വെട്ടിക്കണം നോക്കിയാ കാണിച്ചാ ഞാനാണ്. അവനെ വെറുപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. വെറുപ്പിച്ച പണി പാളും. അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടാ. അവൻ എന്നെ ഉണ്ടാക്കാനാണ്. ഞാനും കാണിച്ചു തരാം. എടാ ഇപ്പൊ നായകന്റെ കൂട്ടുകാരനെ വന്ന് അടിച്ച സ്ഥിതിക്ക് നായകൻ ഇവരെ പുറകെ പോകും, സ്കെച്ച് ചെയ്യും, ടാർഗറ്റ് ചെയ്യും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ഒരു സീനല്ലേ. പിന്നെ ഇവിടെ എങ്ങനെയാണ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ പറ്റുക? നമുക്ക് നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്യാലോ. എങ്ങനെ? നമുക്ക് ആരും ചിന്തിക്കാത്ത രീതിയിലേക്ക് കഥയെ കൊണ്ടുപോയാലോ. അതെങ്ങനെ? നായകനും വില്ലനും സുഹൃത്തുക്കളായി വരട്ടെ. എടാ ഈ വില്ലൻ എന്ന് പറഞ്ഞ പലിശക്കാരനല്ലേ? മാത്രമല്ല പെണ്ണിനെ ഇപ്പൊ തെറിയും പറഞ്ഞിട്ട് പോയാലും നായകന് വില്ലന്റെ കയ്യിൽ നിന്ന് പലിശക്ക് കാശ് മേടിക്കാൻ പാടില്ല. പക്ഷേ അവളെ ഇപ്പൊ അവൻ തെറിയൊക്കെ പറഞ്ഞിട്ട് പോയതല്ലേ. ആരും ചിന്തിക്കാത്ത രീതിയിലേക്ക് സ്റ്റോറി കൊണ്ടുപോവാം. ഇപ്പോൾ അവരെ എതിരായിരിക്കാം, അതിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴല്ലേ ട്വിസ്റ്റ് വരിക. സീനൊന്ന് പൊളിച്ച് എഴുതണം എന്നല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ശരിക്കും ഇവരെന്തിനാ സൗഹൃദത്തിലാവണേ? അതിന്റെ ആവശ്യം എന്തിനാ? പറയാം. നീ പേരുന്നാളൊന്നും നോക്കണ്ട. നീ അത് പൊട്ടിച്ചോന്ന് ഇതാ ബെന്നിക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ വല്ല മാർഗമുണ്ട്. നേരിട്ട് പോയി അവനെ തല്ലാൻ നടക്കുന്ന പരിപാടിയല്ല. കാരണം നമ്മക്കാർക്ക് അതിനോട് ധൈര്യമില്ല. വേറൊരു ഐഡിയ ഉണ്ട്. കൊട്ടേഷൻ കൊടുത്താലോ? പിന്നെടാ ഇവിടെ ടച്ച് മേടിക്കാൻ കാശില്ല, അപ്പോഴാണ് അവന്റെ കൊട്ടേഷൻ. ആ ഐഡിയ പായ. പിന്നെന്തോ ഒരു വഴിയുണ്ട്. പിന്നെ വേറൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഇവിടെ നീ പെഗ്ഗൊക്കെ അടിച്ചിട്ട് നമുക്ക് അവനെ പോയി തെറി പറയാം. എന്നിട്ട് വേണം അവൻ പിന്നെയും വന്ന് എന്നെ തല്ലാനായിട്ട്. നമ്മൾ അവന്റെ വീട്ടിലോട്ട് പോയി തെറി പറയുന്നില്ല. വെള്ളം അടിച്ച് തെറ്റായിട്ട് ഇവിടെ ഇരുന്ന് തെറി പറയുന്നു. എന്ത് നടപടിയുള്ള എന്റെ ബുദ്ധിയൊന്ന് കേട്ടെ അടിയാർന്നു. പറയണത് അവൻ്റെ വീട് വരെ ചെല്ലാൻ പറഞ്ഞു. അവൻ എന്നോട് എനിക്ക് പേഴ്സണലായിട്ട് ഒരു കാര്യം സംസാരിക്കാറുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? സംസാരിച്ച് നോക്ക്. എന്തായാലും അവരോടൊക്കെ പോയി സംസാരിക്കാം അല്ലേ? സംസാരിക്കുക എന്തായാലും. അവൻ എന്നെ ഇടിക്കാനാണ് വിളിക്കുന്നത്. അപ്പൊ ഞങ്ങളില്ലേ പാഞ്ഞു വരികയല്ലേ? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കും. ചടയെന്ന് പറന്നങ്ങോട്ട് വന്നു തരാം. ഇടം വല്ലതും നോക്കാതെ വിശ്വസിച്ച് എനിക്ക് പോകാമല്ലോ. ഉള്ളി കിടക്കണ മദ്യാണ് വരണം. നിനക്കും കൂടി പ്രയോജനം ചെയ്യുന്ന ഒരു പരിപാടി എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായില്ല. ഞങ്ങൾ ഈ പലിശക്കാർക്ക് തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്.
ഞങ്ങൾ ഈ പലിശക്ക് പൈസ കൊടുക്കുന്ന സമയത്തിന് അവർക്ക് ചെറിയൊരു ഇൻഷുറൻസ് എടുക്കും. ആ ഇൻഷുറൻസ് കവറേജ് നോമിനി നമ്മളായിരിക്കും. അത് മേടിച്ചു തരാനുള്ള വക്കീലും ഞങ്ങളുടെ കയ്യിലുണ്ട്. നീ അതിൻ്റെ അകത്ത് കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ തരാനുള്ള 2 ലക്ഷം രൂപയും നിൻ്റെ കൂട്ടുകാരൻ തരാനുള്ള പൈസയും പിന്നെ നിനക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള എന്തെങ്കിലുമായിട്ട് നിനക്കും കിട്ടും. നിനക്കും നേട്ടമുള്ളൊരു പരിപാടിയാണ് ഞാനിപ്പോൾ പറയുന്നത്. എനിക്ക് മനസ്സിലായില്ല, എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ഞങ്ങൾ ഇപ്പം ഇവളെ ഞങ്ങളൊന്ന് എടുക്കും, ഒരു ആക്സിഡൻ്റ് ആക്കും, പല്ലോ കയ്യോ കാലോ ഒന്നൊടിക്കും. എന്നിട്ട് ഇൻഷുറൻസ് കവറേജ് ആ പൈസ ഇങ്ങോട്ട് വക്കീൽ മുഖാന്തരം നമുക്ക് മേടിച്ചെടുക്കും. എന്നിട്ട് നമുക്ക് കിട്ടാനുള്ള പൈസ നമുക്ക് അതിൽ നിന്ന് എടുക്കും. പിന്നെ നിങ്ങളുടെ കടവും ബാക്കിയുള്ളതൊക്കെ നമ്മളെ കട എഴുതി തള്ളും. ഇത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നു. അതിന് നീ നിന്നില്ലെങ്കിൽ പോലീസ് കേസും വള്ളിയായിട്ട് വരാനാണ് ഭാവമെങ്കിൽ നീയും പെടും, നിന്റെ അച്ഛനും പെടും, പിന്നെ നിന്റെ കൂട്ടുകാരനും പെടും. നിനക്കും കൂടി നല്ലതിന് വേണ്ടിയിട്ടായി പറയുന്നു. 2 വശവും നീ ഒന്ന് ആലോചിക്കും ഒരു നാണയത്തിന്റെ. അറിയാല്ല എങ്ങനെയാണ് നമ്മളുടെ ഡീലിങ്സ് എന്ന്. ഇത് നിനക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ ശരിക്കും ആലോചിച്ച് ഇരുത്തി ആലോചിച്ചെടുത്ത് തീരുമാനം എടുത്താൽ മതി. പിന്നെ ഈ കാര്യമൊക്കെ പറഞ്ഞ പോലീസിൽ പറഞ്ഞ് പെടുത്താനാണ് ഭാവമെങ്കിൽ വിദ്യ ഫോട്ടോയായിട്ട് ഒട്ടിയിരിക്കണ്ട. ഈ നായകൻ പൈസ വാങ്ങിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷേ പ്രേമിക്കുന്ന പെണ്ണല്ലടാ നായിക. അവളെ കൊണ്ടുപോയി ആക്സിഡന്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? നടക്കുവോ? ചെയ്യുവോ? നീയാണ് ചെയ്യുവോ? എടാ ഇപ്പൊ പൈസ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അവള് കൊടുക്കാനുള്ള പൈസയും കൂട്ടുകാർ കൊടുക്കാനുള്ള പൈസയൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? സ്വാഭാവികമായിട്ട് ചെയ്തല്ലേ പറ്റൂ. ഏതായാലും നടപടിയാവണ കേസാണ്, ഞാനാണ് ചെയ്യാൻ നിൽക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണോ? നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യമാണോ? നമ്മൾ പോലും ചെയ്യാത്ത കാര്യങ്ങളല്ലേ ഇവിടെ എല്ലാം നടക്കുന്നത്. രജനീകാന്ത് ആണെങ്കിൽ തമിഴ് സിനിമയിലൊക്കെ പറക്കുന്നു, നമ്മൾ ചെയ്യുന്നതാണോ? സ്പൈഡർമാൻ ആണെങ്കിൽ ട്രെയിനൊക്കെ പിടിച്ചു നിർത്തുന്നു. ഇതൊന്നും ആരും റിയാലിറ്റിയിൽ ചെയ്യുന്ന കാര്യമല്ലല്ലോ, സിനിമയല്ലേ. വർക്കൗട്ട് ആവൂടാ. ചെയ്തു നോക്കിയാലല്ലേ അറിയും. അല്ലെങ്കിൽ ഇപ്പൊ അവള് വീണ് കാലൊടിഞ്ഞ് കൈയൊടിഞ്ഞ് അതൊക്കെ നമ്മളെന്തിനു ചിന്തിക്കണം? സിനിമയല്ലേ, അതൊക്കെ തേപ്പ്. അല്ലെങ്കിൽ ഇപ്പൊ പ്രേമോന്നൊക്കെ പറയുന്നതൊക്കെ എന്തിട്ട് പ്രേമ, ഒക്കെ തേപ്പിന്റെ കാല. അവനൊന്ന് തേച്ചെന്ന് വിചാരിച്ച് ഇവിടെ ഒന്ന് സംഭവിക്കാൻ പോയി. ഇപ്പൊ ഒന്ന് ആക്സിഡന്റ് ആയി വന്ന് വെച്ച് കാലൊക്കെ ഒടിഞ്ഞ് അവനൊന്ന് കെട്ടിയാ പോരെ? കാര്യമൊക്കെ കഴിഞ്ഞ് അവന്റെ ജീവിതം ഒന്ന് സെറ്റായ പോരടേ. നിനക്കൊരു കാര്യം അറിയോ? എല്ലാത്തിനും പൈസയാണ് വേണ്ടത്. പൈസ വേണം. പണം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാത്തിനും ഏതിനും. പണം ഉണ്ടെങ്കിൽ നാളെ ആയാലും മറ്റന്നാളായാലും അവർക്ക് പ്രേമിക്കാമല്ലോ. നിനക്കെന്താ തോന്നുന്നേ? വർക്കൗട്ട് ആവോ ഇല്ലയോ? സിനിമയല്ലേ, ചെയ്തു നോക്കാം. നമുക്ക് ചെയ്യാന്ന്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഇതിപ്പോ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോണ്ട. വേറെ 2-3 സിറ്റുവേഷൻ കൂടി ഇട്ടിട്ട് മെല്ലെ അതിലേക്ക് എത്തിച്ചാൽ മതി. ഇല്ലെങ്കിൽ നായകനോട് നമ്മൾ ചെയ്തു പോകുന്നത് ഒരു ക്രൂരതയാവില്ലേ? ഓക്കെ. എടാ നീയൊക്കെ ഇവിടെ മീനും പിടിച്ച് ഇവിടെ കുത്തിയിരുന്നോടാ. എടാ നീയൊക്കെ എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ തന്നെയാടാ. എടാ ഇന്നലെ എനിക്കിട്ട് 2 അവൻ അടിച്ചില്ല. അവനിട്ട് തിരിച്ച് 2 കൊടുക്കാനായിട്ട് നിന്നെ കൊണ്ടൊക്കെ വല്ല പരിപാടി നടക്കുമായിരുന്നു. നീയൊക്കെ എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ തന്നെയാണ്. എനിക്ക് സങ്കടമുണ്ട് ഇതൊക്കെ കാണാൻ നേരം. തല്ലി മേടിച്ച ഞാനല്ലേടാ. അവനിപ്പോ ഇങ്ങോട്ട് വരും. അവിടുന്ന് അവൻ ഇവിടുന്ന് നേരെ കുട്ടനാട്
പക്കി ഒരു പരിപാടിയാണ്. നീ മുളക് എടുത്തിച്ച് അവിടെ കണ്ടിട്ട് അറിയാം. ഇത് ഞാൻ ഉണ്ടാക്കിയ പ്ലാനാണ്, നമുക്ക് തീർക്കാവുന്നല്ലേ. ആൾക്ക് വേണ്ടിയല്ലേ നമ്മളടിക്കാന്ന് വെച്ചാൽ അടിക്കും. ഇതെന്താണ് പിന്നെ ലവ് ലെറ്റർ അല്ലെങ്കിൽ പ്ലാനാണ്. എന്ത് പ്ലാൻ? അവനടിക്കണ്ട പിന്നെ അവനടിക്കാൻ പോവാ ഇല്ലേ. ഞാൻ പറയാം എന്തിനാ അടിക്കുന്ന പ്ലാനൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. നമ്മള് ഇയാൾക്ക് അടിയിട്ടിട്ട് യോഗ്യായിരിക്കേണ്ട കാര്യമില്ലല്ലോ. സാറേ ഞാനൊരു കാര്യം പറയട്ടെ. നീ എന്നാ പറയാനാണ്? നമുക്കിപ്പോ പ്രശ്നം ഉണ്ടാ, നിങ്ങൾക്ക് അയാൾക്ക് കൊടുക്കാൻ പൈസ ഉണ്ടാ? പൈസ ഇല്ല, എന്റെ പൈസ ഇല്ല. നേരിട്ട് ഇന്ന് അടിക്കാൻ ധൈര്യം ഉണ്ടാ? ധൈര്യവും കുറവാ. ഈ പ്ലാൻ ഒന്നും നടക്കുന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല. അങ്ങനെ തല്ലി കഴിഞ്ഞ് ഇടിക്കും, അത് ആരാണെങ്കിലും ഇടിക്കും. അടിയല്ലേ പ്ലാൻ വഴി തന്നെ നമ്മൾ തല്ലാൻ പോവുകയാണ് ഇവന്. നിങ്ങൾ എവിടെ നിന്നില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം എന്താ? ഞാനൊരു പരിപാടി ആലോചിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പൈസ പ്രശ്നം തീർത്താൽ മതിയല്ല. പണന്റെ കൊടുക്കാൻ പൈസ ഉണ്ടാ? പൈസ ഇല്ല. എവിടെന്നെങ്കിലും കൊടുക്കാൻ വഴിയുണ്ടാ? ഇല്ല. നിങ്ങളുടെ എന്തെങ്കിലും അടിക്കാൻ തീരുമാനിച്ച് ഈ പ്ലാൻ വഴി നമ്മൾ അടിക്കാൻ നിങ്ങളുടെ കൊടുക്കാൻ പൈസ ഉണ്ടാ? എന്തെങ്കിലും പൈസയുടെ കാര്യം രണ്ടാമത്തെ കാര്യമാണ്. കൊടുക്കാൻ ഒരു മാർഗവും ഇല്ല. അണ്ണനെ കിട്ടിയ അടി നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കും. എപ്പോഴെങ്കിലും അല്ല, ചൂടാറുന്നതിന് മുമ്പ് നമുക്ക് ചൂടാറുന്ന ഈ പ്രശ്നം മൊത്തം തീർക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവന് പേടിയാണെന്ന്. ഇവന് പേടിയാണ്. കിട്ടിയ അടി തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ എപ്പോഴെങ്കിലും കൊടുക്കും. ഞാൻ അവനായിട്ട് സംസാരിച്ചൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ പറയാം. എന്തായാലും നമുക്ക് ആർക്കും പ്രശ്നം ഉണ്ടാകത്തില്ല. നമുക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കണ്ട. അണ്ണന്റെ അടി നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അണ്ണനെ നീ ഇപ്പൊ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾ അടിക്കാൻ ഇവന്റെ പ്ലാൻ വഴി തീരുമാനിച്ച് ഞങ്ങൾ അങ്ങനെ പോയി. ഞാനില്ല ഈ കൂട്ടത്തിൽ. പേടിയാണെങ്കിൽ നീ പൊക്കോടാ. ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം തീർക്കാനുള്ള വഴിയുണ്ട്. നമ്മൾ പൈസ കൊടുക്കാതെ ഈ പ്രശ്നത്തിൽ നമുക്ക് ഉരിയും ചെയ്യാം. ഒരു കുഴപ്പമില്ല. അടിയാണെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കൊടുക്കും. അത് നമ്മൾ എന്തെങ്കിലും കൊടുക്കും. എന്നെങ്കിലും അല്ല, ഇന്നത്തെ പ്ലാൻ വഴി നമ്മൾ അടിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ തരുന്നില്ല. ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പൈസയുടെ കാര്യം ഞാൻ പറയുന്നില്ല. പ്രശ്നം തീർക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടി കൊടുക്കാനുള്ളത് പിന്നീടാണെങ്കിലും കൊടുക്കാൻ പറ്റും. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആലോചിക്കുക. എന്ത് പ്രണയാണ് പോയത് കണ്ടില്ലേ? മകള് ഈ പാതിരാത്രി രണ്ടെണ്ണം കൊടുക്കാൻ വേണ്ടിട്ടാണ്. ഇത് പാവം പോണ കണ്ട കാരണം മകളുടെ കെട്ടും വിട്ടു. ഇതിനെ കൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ലടാ. എന്താ പ്ലാനെല്ലാം പൊട്ടാൻ കാരണം ഇവന് ഒറ്റ ഒരുത്തരാണ്. അല്ലെങ്കിൽ എവിടെ പരിപാടി ഏൽപ്പിച്ചാലും അലമ്പാക്കാൻ ഇവനുണ്ടല്ലോ. കുറെ ആളുകൾക്ക് അവൾ എന്നെ വിളിച്ചത്. ഞാൻ ഫോൺ എടുക്കാതെ പറ്റും. നിങ്ങളെ തലേ കാണാം. പിന്നെ പൊന്നോ വേണ്ട, ഒരു പ്ലാൻ പോയത് കണ്ടല്ലേ. അല്ലണ്ണ അങ്ങനെ ഇപ്പൊ അവനെ തല്ലണ്ടേ? നമുക്ക് ഈ തല്ലിയൊന്നും വേണ്ട. നമുക്ക് രണ്ടെണ്ണം അടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവനിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്ന് തോന്നുന്നത്. പിന്നെ അതുപോലെ നമ്മൾ അവന് കാശ് കൊടുക്കാനുള്ളത് കൊണ്ടാണല്ലോ അവൻ നമുക്കിട്ട് തല്ലിയത്. ഇനിയിപ്പോൾ നമ്മൾ പോയി അവനെ അടിച്ചു കഴിഞ്ഞാൽ അവൻ നമുക്കിട്ട് പിന്നെ അടിച്ച്, പിന്നെ നമ്മൾ പോയി തിരിച്ചവനിട്ട് അടിച്ച്, പിന്നെ അതൊക്കെ വലിയ പുലിവാലാവിടെ. കേസും വയ്യാവേലും നമ്മുടെ ജീവിതം കോഞ്ഞാട്ടേ പോവും. അതിൽ തന്നെ അതങ്ങോട്ട് ആ സീനങ്ങോട്ട് വിട്ടേക്കണതല്ലേ. എനിക്ക് രണ്ടെണ്ണം കിട്ടിയെന്നല്ലേ ഉള്ളൂ. വെറുതെ എന്തിനാ ഇനി അടുത്ത പണി ഒപ്പിച്ച് വെക്കണം വെറുതെ.
അത് നേരാ. പക്ഷെ അവനെന്തായാലും എന്തോ ഒരു പ്ലാൻ പറയാനുണ്ടായിരുന്നല്ലോ, എന്തോ സംസാരിക്കാൻ പോയിരുന്നല്ലോ. അവനെന്തോ ഇങ്ങനെ പ്ലാനിങ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. തല്ലുമ്പോഴൊക്കെ നിങ്ങൾ തല്ലാതൊന്നും പോണ്ട. എല്ലാം പ്രശ്നമൊക്കെ തീർത്തിട്ടുണ്ട്. ഇവിടെ പൈസയും കൊടുക്കണ്ട. പൈസ കൊടുക്കണ്ട? ഓടാ കള്ളത്തരം. അതെന്നാ ശരിയാക്കിയിട്ടുണ്ട്. അത് കേക്ക് ഇത് കൊള്ളാലട പരിപാടി. ഇതെന്താണ് പ്ലാൻ? ഇത് ഇനി എന്താണ് പ്ലാൻ ചെയ്ത് തന്നെ സംഭവം? കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഒരു ആക്സിഡന്റാ. അവരെ കൊല്ലത്തൊന്നുമില്ലല്ലോ. എന്തായാലും നായിയെ വില്ലന്മാരങ്ങ് കൂട്ടിക്കോട്ടെ. പോണ പോക്കിൽ നമുക്ക് 2 റൈറ്റ് സീൻ അങ്ങ് ഇട്ട് കൊടുത്താലോ? എങ്ങനെ ഉണ്ടാവും? എടാ ഇത് വർക്കൗട്ട് ആവില്ല കേട്ടോ. ഇത് എനിക്ക് വീട്ടുകാരുടെ കൂടെയും എൻ്റെ മക്കളുടെ കൂടെയൊക്കെ ഇരുന്നിട്ട് കാണേണ്ട പടമാണ്. നീ എന്താ ഈ പറയണേ? റേപ്പ് സീനൊന്നും ഇട്ടിട്ടുള്ള പടം വർക്കൗട്ട് ആവില്ല. എല്ലാവരും വേണ്ട. യു സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ 4 ആൾ കയറി പടം കാണുള്ളൂ. എന്നാൽ ആ രീതിക്ക് അങ്ങ് ചെയ്യാം. അതാണ് വേണ്ടത്. അടുത്ത സീൻ എന്തോ നീ എന്താ പോക്കത്തിലാണ് കാണിച്ചത്? നീ ചെയ്തതാണ് നിനക്ക് വല്ല ബോധം? പ്രശ്നമൊന്നുമില്ല. ഇത് ചെറിയൊരു ഇൻഷുറൻസിന്റെ പ്രശ്നമാണ്. അവർ നേരെ ചെല്ലും. അവരൊരു ഇൻഷുറൻസിന്റെ കേസാണ്. ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാക്കും. അതിന്റെ പൈസ കിട്ടുമ്പോൾ അവളുടെ കേസ് മൊത്തം തീരും. മൊത്തം പ്രശ്നം ഒരു പ്രശ്നവും. അവരുടെ പ്രേമം തന്നെ ആയിരുന്നാടാ? പ്രേമം തന്നെയായിരുന്നു. ഞാൻ എന്റെ കാര്യം നോക്കണ്ടേ? അവൾക്ക് വീടും ഇല്ല, ചേച്ചിയും മരിച്ച്, എല്ലാം എന്റെ തലയിലൊക്കെ വന്നിരിക്കണത്. നീ തന്നെയല്ലേ പറഞ്ഞു അവള് മുങ്ങാമ്പോടെ കപ്പലാണ് മറ്റാണൊക്കെ. ഇപ്പൊ നിനക്കൊക്കെ ഇപ്പൊ എന്താ പ്രശ്നം? എന്താ ഒന്നും നോക്കണ്ട. നമ്മളിപ്പോ ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാല് നമ്മളെല്ലാരും രക്ഷപ്പെടും. അവരെ കൊന്നിട്ട് അവർക്ക് അവര് മറ്റേ ആ കൊൽക്കത്തക്കാരുടെ കമ്പനിയാണ്. അവൻ അവളുടെ കാശ് മേടിച്ചാണ് ഈ നാട്ടിൽ മൊത്തം കൊടുത്തിരിക്കണത്. അത് ഇവന് വല്ലതും അറിയാവാ? അങ്ങനെയൊന്നും ഇല്ല. ഇത് അങ്ങനെയൊന്നും അല്ല. ഇത് സംഭവം സീനാകും കേട്ടാ. ആ പെങ്കൊച്ച് എവിടെയാണെന്ന് നമ്മളിവിടെ ആലോചിച്ചിട്ട് കാര്യമില്ല. ആ പെങ്കൊച്ചിനെ പോയി തപ്പാം. ഭാഗം നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അവര് നാളെ രാവിലെ ആകുമ്പോ അവള് ഇവിടെ നോക്കാം. അന്ന് നിങ്ങൾ പറയണേ പേടിച്ചിരിക്കണ്ട. നീയോ പെങ്കൊച്ചിനെ കൊണ്ടുപോയി അപ്പൊ ഈ വില്ലന്മാരെ പോയി ഇവര് അടിച്ച് ശരിയായി കളയൂല്ലേ? സീനാണപ്പൊ. നീ എന്ത് പോളത്തിനാ പറയുന്നത്? വില്ലനെ നായകൻ അടിച്ചിട്ട് പിന്നെ കഥ തീർന്നില്ലേ? നിനക്കൊരു കാര്യം അറിയോ? ഇവിടുത്തെ സിനിമകളിലെ എല്ലാ സിനിമയിലും വില്ലന്മാരും മണ്ടന്മാരായിരിക്കും. നീ ആ നേരം സിനിമയൊക്കെ കണ്ടില്ലേ? അതിലും മണ്ടനാ. നമുക്ക് ആ റൂട്ട് ഒന്ന് പിടിച്ചാലോ?
ചത്ത എനക്കുണ്ട്. വെച്ച് വെള്ളം എടുത്ത് വെച്ച് ഇവക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതൊക്കെ വെറുതെ. ശ്വാസം കിട്ടുന്നില്ല കേട്ടോ. നേരത്തെ ഇതുപോലെ എന്റെ ശ്വാസം പോയതാണ്. ഞാൻ കെട്ടഴിച്ചിട്ടേ നിന്റെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾക്ക് നിന്നെ ഇട്ട് തന്നത്. ഇല്ല, എന്റെ വിഷ്ണുചേട്ടൻ അങ്ങനെ ചെയ്യില്ല. നിങ്ങളുടെ ഉദ്ദേശം എന്താ? നിന്റെ വിഷ്ണുചേട്ടൻ അങ്ങനെ ചെയ്യത്തില്ല. അവൻ തന്നെയാണ് ഞങ്ങൾക്ക് നിന്നെ ഇട്ട് തന്നത്. അവന് കുറച്ച് കാര്യം കിട്ടിയപ്പോഴേ അവൻ പെട്ടെന്ന് പറഞ്ഞു. നിനക്ക് സംശയമുണ്ടോ? നിനക്ക് കാണിക്കണം. അവന്റെ റെക്കോർഡിങ് കേൾക്കണം നിനക്ക്. എന്നാ അതെ നീ കേട്ടോ. എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? നിന്നെ ഇവിടെ കൊണ്ടുപോയിട്ട് എനിക്കൊന്നും നേടാനില്ല. നിന്നെപ്പോലുള്ളവർക്ക് കൽക്കട്ട നല്ല ഡിമാൻഡാണെന്നാ രീതി പറഞ്ഞത്. അവിടെ കൊണ്ട് നിന്നെ എത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ കിട്ടും. ആ 10 ലക്ഷം രൂപ കൊണ്ട് ഞങ്ങളുടെ കടം തീരും. പിന്നെ നിന്നെ പോലുള്ളവർ ചത്താല കൊന്നാല ആരും തിരക്ക് വരാനില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. പിന്നെ ആകെ തിരക്ക് വരാനുള്ളവരാണെങ്കിൽ കുറച്ച് ചില്ലറാമായിട്ട് കൊടുത്തപ്പോഴേ അവൻ ഞങ്ങളുടെ പ്രശ്നമായിട്ട് പറഞ്ഞു. എടി പ്രേമവും പ്രണയവും പാണ്ടാലൊക്കെ കാശിന്റെ പുറത്ത് മറിയും. പിന്നെ നിന്നെ കൂട്ട് ദാരിദ്ര്യം പിടിച്ചവരെയൊക്കെ ആര് കെട്ടിക്കൊണ്ടു പോകാനാണ്? നിങ്ങളിപ്പോ കാണിക്കുന്ന മണ്ടത്തരമാ. മണ്ടത്തരം? എന്ത് മണ്ടത്തരം? ചേച്ചിയും ചേട്ടനും കുവൈറ്റിൽ വെച്ച് ഒരു ആക്സിഡന്റിലായി മരിച്ചതിന് ഞങ്ങൾ കൂടെ പറഞ്ഞല്ലേ. അവർക്കൊരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അതിന്റെ ക്ലെയിം ഒരു 1.5 കോടിയോളം രൂപ വരും. അതിന് 5-6 മാസം കൂടി എടുക്കും കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ പലിശ ഉൾപ്പെടെ ഞാൻ തരാനിരുന്നതാ. എടി വാസൂരി, നീ എന്നിട്ട് ഈ കഥ നേരത്തെ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അതിന് എന്തെങ്കിലും പറയാൻ സമ്മതിക്കും എന്നെ? വരുമ്പോ തന്നെ ചെയ്തുകളിയല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നോക്കിയും കണ്ട് ഓരോന്ന് ചെയ്യണം. ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറഞ്ഞു. എന്താ എന്താ എടാ, ഇവളെ ദീദിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദീദി 10 ലക്ഷം രൂപ കിട്ടുള്ളൂ. ഇവക്ക് 1.5 കോടി രൂപ ഇപ്പൊ കിട്ടുന്നതാണ്. നമുക്കതിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കണം. നീ ആരെയും വിളിച്ചു തിരക്ക്. ഈ പറഞ്ഞ പോലെ വെള്ളമാണോ കള്ളത്തിനാണ് അവൻ വിളിച്ചു പോയിട്ടുണ്ട്. കള്ളത്തിനാണ് കൈകാരം നെല്ല് വിളിച്ചു പോയി. സത്യാണോ? എങ്ങനെ നമുക്കിങ്ങനെ അറിയാൻ പറ്റും? ആ, ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ പറയാം. നേരാണ് അവള് പറയണതൊക്കെ ഉണ്ടെന്നാണ് പറയണത്. ഞാൻ പറഞ്ഞതൊക്കെ സത്യവാ. അതിന്റെ ഡീറ്റെയിൽസ് മെയിലിൽ കിടപ്പുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിപ്പോ മെയില് കാണണമെങ്കിൽ എവിടെ പോകേണ്ടി വരും? എന്റെ പുള്ളിയുടെ ഫോണിൽ നെറ്റുണ്ടെങ്കിൽ അതിനകത്ത് കാണാൻ പറ്റും. നിന്റെ ഫോണിൽ നെറ്റ് ഉണ്ടോ? എന്റെ ഫോണിൽ നെറ്റൊക്കെ ഉണ്ട്, പക്ഷെ മെയിലില്ല. അല്ല, എന്റെ മെയിൽ ഓപ്പൺ ചെയ്താൽ മതി. അതിപ്പോ നിന്റെ മെയിൽ ഓപ്പൺ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? എന്റെ പൊന്നോട്ട് ഈ കയ്യൊന്ന് അയച്ചു വിട്ടാല് ഞാൻ അത് നോക്കി പറയാം. എടാ, അവളുടെ കയ്യും കൊണ്ട് അടിച്ചിട്ട് അവളുടെ അതിലേക്ക് ഫോൺ അങ്ങോട്ട് കൊടുക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ ഇവിടെ പറഞ്ഞാൽ മതി, ഞാൻ അതിന്റെ അത് നോക്കിക്കോളാം. ചേട്ടന് വിക്കിപീഡിയക്കകത്ത് ഹോട്ട്മെയിൽ കയറി എടുക്കാൻ പറ്റുള്ളൂ. ചേട്ടൻ അതൊക്കെ അറിയാവോ? അതിപ്പോ ഷോ കാണിക്കാതെ കെട്ടടിച്ച് ഫോൺ കൊടുക്കും. കെട്ടൊക്കെ അടിച്ചു വിടാം. നല്ല ഫോണ് പരിപാടി കാണിച്ച് ഓടാനുള്ള അടിച്ച് നിന്റെ നോക്കിക്കോളാ.
നമ്മളെ എടാ അപ്പൊ പിന്നെ പെണ്ണവർ അതിനെ കാണാനില്ലല്ലോ. പെണ്ണിനൊക്കെ ഞാൻ അവിടുന്ന് ടെസ്റ്റ് ചെയ്തിട്ട്. അതെങ്ങനെയാടാ? അതൊക്കെ ഇങ്ങനെ നേരെ നിന്ന് പറഞ്ഞാൽ എന്ത് രസം. നീ ഒന്ന് വന്ന് കണ്ടു നോക്ക്. അവളിപ്പോ അവിടുന്ന് ചാടിപ്പോയ സ്ഥിതിക്ക് അവൾക്ക് അവനോട് വൈരാഗ്യമല്ലേ വരുള്ളൂ, നായനോട് വൈരാഗ്യമല്ലേ വരുള്ളൂ. വൈരാഗ്യം വരണല്ലോ, പ്രണയം പൊട്ടണമല്ലോ. ഒരു സിനിമ ആകുമ്പോൾ നായകനും നായികയും പ്രണയത്തിലല്ലേ അവസാനിക്കേണ്ടത്. അവര് തമ്മിൽ പ്രണയിച്ച് മുന്നോട്ട് പോകണ്ടേ? എന്റെ എത്ര പ്രണയം പൊട്ടിയിട്ടുണ്ട്, നിന്റെ പ്രണയം പൊട്ടിയിട്ടുണ്ട്. പ്രണയം പൊട്ടണം, പ്രണയം പൊട്ടിയാലല്ലേ വൈരാഗ്യം വരുള്ളൂ. വൈരാഗ്യം വന്നാലല്ലേ നമ്മുടെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ഇനി എന്തിനാ പ്രണയം, വെറുതെ എന്തിനാ വലിച്ചു നീട്ടി കൊണ്ടുപോണേ. സംഗതി പൊട്ടട്ടെ, വൈരാഗ്യം വരട്ടെ. എനിക്കറിയാൻ മേല, അവള് പോലീസ് സ്റ്റേഷനിൽ പോയാൽ നമ്മളെല്ലാരും കുടുങ്ങും. ആകെ പണിയപ്പോ അവള് പോലീസ് സ്റ്റേഷനിൽ ചെല്ലരുത്, പറഞ്ഞാൽ നമ്മളെല്ലാം കുടുങ്ങും. പ്രശ്നമാണ്. എന്തെങ്കിലും നോക്കണം. ഒരു ഐഡിയ ഉണ്ട്. നീ ഒരു പണി, നീ ഒരു രൂപ പെട്രോൾ എടുത്ത് അവിടെ പുറകെയല്ലേ. അതൊന്നും ശരിയാവത്തില്ല. അതേ അല്ല ഇനി മാർഗം, അവിടെ നിൽക്കാൻ ഇനി അതേ മാർഗം. അവളെ അത് കാണിച്ച് പേടിപ്പിരി. അതൊക്കെ വേറെ വലിയ പണി. അതേ അല്ല പണിയെന്ന്. എന്നാ ചെല്ല്, പോയി പൊട്ടനെ പെട്രോൾ എടുത്തല്ലോ. ഓടിച്ചാലോ നായിക പോലീസ് സ്റ്റേഷനിൽ പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ SI നെ കാണിക്കണം. ലൊക്കേഷൻ ഷിഫ്റ്റ് വരും, കേസ് അന്വേഷണം കൊണ്ടുവരണം.
ഇവിടെ പോയിട്ട് നായകനും വില്ലനും ചേർന്നിട്ടാണ് ട്രാപ്പ് ചെയ്തതെന്ന് അറിയുമ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണോ സിനിമ വരുന്നത്? ഇതാണോ നീ പറയാൻ പോകുന്നത്? നീ എന്ത് മണ്ടത്തിനാ പറയുന്നത്? നോർമലി എല്ലാവരും അങ്ങനെ ചിന്തിക്കുള്ളൂ. പക്ഷേ നമ്മുടെ സിനിമ പോകുന്നത് അങ്ങനെയല്ല. പിന്നെ ഇവരെങ്ങാനും അവിടെ ചെന്ന് പെട്രോളൊക്കെ എടുത്തിട്ട് പോയി കയ്യബദ്ധം പറ്റി കത്തിപ്പോയാലോ? അപ്പൊ കഥ എങ്ങനെ മുന്നോട്ട് പോടാ? അതെങ്ങനെയാ? നീ കണ്ടോ? അത് കത്തിയോ ഇല്ലയോ എന്ന് നിനക്കറിയാവോ? അപ്പൊ കത്തുന്നില്ലേ? അതെങ്ങനെ നീ പ്രഡിക്റ്റ് ചെയ്യാ? അത് ഇനി കഥ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. എന്നാ വേം പറ. പെട്രോൾ ഒഴിച്ച് അവള് നിലത്ത് വീണു. ഇനി എന്താ സംഭവിക്കണേ? ഇതിപ്പോ ആരാ ഇത് കത്തിക്കണേ? ആരും കത്തിക്കണമൊന്നുമില്ല. അവിടെ അബദ്ധത്തിൽ നിലത്ത് വീണു. അവിടെ ഒരു സിഗരറ്റ് കുറ്റി ഉണ്ടായിരുന്നു, അതിൽ കത്തുന്നു. ശരിയാവും. അതെങ്ങനെ ഈ നാട്ടുകാരെ കൺവിൻസ് ചെയ്യണേ? അതിന് അങ്ങനത്തെ വാർത്ത എത്രയോ പത്രത്തിൽ കാണുന്നു, സിനിമയിൽ കാണുന്നു. നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഒന്നെങ്കിൽ നായകൻ പോയി കത്തിക്കണം, ഇല്ലേ നായകന്റെ സുഹൃത്തുക്കൾ പോയി കത്തിക്കണം. അതിപ്പോഴും നടക്കുന്നതല്ലേ? നടന്നുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എന്ത് കാര്യം? അതൊക്കെ കൺവിൻസ് ആവും. ഇവിടെ തന്നെ എത്ര പേര് സിഗരറ്റ് വലിച്ച കുറ്റികൾ അവിടെ ഇവിടെ ഒക്കെ വലിച്ചിടുന്നു. അവള് തല ഇറങ്ങി താഴെ വീണ് സിഗരറ്റ് കുറ്റിയിൽ കത്തി. സ്വാഭാവികം. അങ്ങനെ ഇന്നതൊക്കെ നടക്കുമെന്ന് ഇവര് ആർക്കും പറയാനൊന്നും പറ്റില്ല. അവിടെ എരിയുന്ന സിഗരറ്റ് കുറ്റിയിൽ അവള് വീണു, അവൾ കത്തി. എന്തേ അവൾക്ക് കത്തിക്കൂടെ? സിഗരറ്റ് കുറ്റിയിൽ ഇപ്പോ എന്താ പെട്രോൾ കത്തൂലേ? എടാ ഇതൊന്നും ആൾക്കാർ വിശ്വസിക്കുന്ന കാര്യമല്ല. നീ എന്ത് പോഴതര ഈ പറയണേ? പൊട്ടൻ. എന്താ ഇപ്പൊ സിനിമയിൽ നടക്കുന്നതൊക്കെ ആൾക്കാർ വിശ്വസിക്കുന്ന കാര്യങ്ങളാണോ? എടാ എന്നാൽ ഇത് കാണിക്കുമ്പോ ഇതിനേക്കാൾ വലിയ റിയാലിറ്റി നീ എന്തെന്നാ വേണ്ടത്? ഈ ജനങ്ങൾ കാണിക്കുന്ന മണ്ടത്തരല്ലേ സിഗരറ്റ് ഒക്കെ വലിച്ച് അവിടെ ഇവിടെ ഇടുന്നോ? അങ്ങനെ ഒരെണ്ണത്തിൽ ഇവള് വീഴുന്നു, കത്തുന്നു. സ്വാഭാവികം, സംഭവിക്കാം. ഞാൻ തന്നെ ഒരു സിഗരറ്റ് കുറ്റി അല്ലെങ്കിൽ നീ തന്നെ ഒരു സിഗരറ്റ് കുറ്റി അത് വലിച്ച് അവിടെ ഇട്ട് കഴിഞ്ഞാൽ എരിയും. അതിലൊരു പെട്രോൾ വന്നു കഴിഞ്ഞാൽ കത്തും, ഷുവറായിട്ട് കത്തും. എടാ അങ്ങനെ കാണിച്ചാൽ തന്നെ അത് ഈ കഥയ്ക്കുള്ള ഫ്യൂച്ചർ എന്താണ്? നീ എന്താണ് ഈ പറഞ്ഞിരുന്നത്? നീ ബാക്കിയും കൂടെ പറയാം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ബാക്കി എന്താ. നീ എന്ത് പരിപാടിയാണ് നീ കാണിച്ചത്? നിനക്ക് വല്ല ബോധമുണ്ടോ? എടാ നിന്നോട് ഞാനിത് വെറുതെ കാണിക്കാനല്ല പറഞ്ഞു. നീ എന്താണ് എടുത്ത് ഒഴിക്കാൻ പോയത്? എനിക്കിത് അപ്പോഴേ അറിയായിരുന്നു എല്ലാം കുടുങ്ങുമെന്ന്. ഇപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവം നടന്നില്ല. ഇത് നീ ഫോൺ കട്ട് ചെയ്തൊന്ന്, ഫോൺ കട്ട് ചെയ്ത് ലൊക്കേഷൻ നോക്കി പോലീസ് ഇവിടെ വന്ന് നോക്കൂ ഇനി എല്ലാത്തിനും. എടാ ഇനി കാര്യം കോടതിയിലായോണ്ട് പോലീസുകാർ വരണം, കേസ് അന്വേഷിക്കണം, ഓരോ പോലീസുകാരെ കാണിക്കണം. വലിയ പരിപാടിയാണ്. എന്തിനാ പോലീസ്? പോലീസ് ഇല്ലാണ്ട് പിന്നെ എന്ത് കഥയാടാ? പോലീസിന്റെ ആവശ്യം എന്താ? പോലീസ് ഇല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ഏത് പടം ഇറങ്ങണം? നീ ഒന്ന് പറഞ്ഞു, ഞാൻ കേൾക്കട്ടെ. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ കാക്കിയിട്ടവരെ കാണുമ്പോ അതൊന്നും പറയാൻ പറ്റൂല. പോലീസുകാർ അറ്റ്ലീസ്റ്റ് ഒരു സിഗരറ്റ് വലിക്കുന്ന സീനെങ്കിലും കൊടുക്കണം പോലീസുകാർക്ക്. അത് മാത്രമല്ല, ഇത്രയും വലിയ ക്രിമിനൽ കേസ് വന്നിട്ട് ഒരു പോലീസുകാരനെ പോലും കാണിക്കാതെ പണം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നാട്ടുകാർ എങ്ങനെ വിശ്വസിക്കാനാണ്? നാട്ടുകാർ വിശ്വസിക്കുന്ന രീതിയിൽ ചെയ്യണം. അതിനുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത്. പോലീസുകാരെ കാണിക്കാണ്ട് നാട്ടുകാരെ ഈ പണം കൊണ്ട് കാണിച്ചിട്ട് നാട്ടുകാരെ എങ്ങനെ കൺവിൻസ് ആവുന്ന ഈ പറയണേ?
പോലീസ് വരാതെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്താ പോരെ? എടാ നീ ടെൻഷൻ അടിക്കല്ലേ. ഇപ്പൊ അവന്മാരുടെ ആംഗിളിലാണ് കഥ പോകുന്നത്. അതിന്റെ അകത്ത് വെറുതെ പോലീസിനൊന്നും വെക്കണ്ടടാ. അവന്മാരിപ്പോ എങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ആലോചിക്കേണ്ടത്. എങ്ങനെ ചെയ്യും? ആവശ്യമില്ലാത്ത പരിപാടികൾ ഉണ്ടാക്കി വെച്ചിട്ട് അവന്റെ ആശുപത്രി കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഇനി അതിനെ നിന്നിരുന്നെങ്കിൽ ആൾക്കാരെ നമ്മളെ തല്ലിക്കൊന്നേനെ. പിന്നത് എങ്ങനെയാ കത്തിപ്പിടിച്ചത്? ഇവിടെ പെട്രോൾ ഒഴിച്ച് അവള് നിലത്ത് വീണു. ഇനി എന്താ സംഭവിക്കണേ? ഇതിപ്പോ ആരാ ഇത് കത്തിക്കണേ? ആരും കത്തിക്കണമൊന്നുമില്ല. അവിടെ അബദ്ധത്തിൽ നിലത്ത് വീണു. അവിടെ ഒരു സിഗരറ്റ് കുറ്റി ഉണ്ടായിരുന്നു, അതിൽ കത്തുന്നു. ശരിയാവും. അതെങ്ങനെ ഈ നാട്ടുകാരെ കൺവിൻസ് ചെയ്യണേ? അതിന് അങ്ങനത്തെ വാർത്ത എത്രയോ പത്രത്തിൽ കാണുന്നു, സിനിമയിൽ കാണുന്നു. നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഒന്നെങ്കിൽ നായകൻ പോയി കത്തിക്കണം, ഇല്ലേ നായകന്റെ സുഹൃത്തുക്കൾ പോയി കത്തിക്കണം. അതിപ്പോഴും നടക്കുന്നതല്ലേ? നടന്നുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എന്ത് കാര്യം? അതൊക്കെ കൺവിൻസ് ആവും. ഇവിടെ തന്നെ എത്ര പേര് സിഗരറ്റ് വലിച്ച കുറ്റികൾ അവിടെ ഇവിടെ ഒക്കെ വലിച്ചിടുന്നു. അവള് തല ഇറങ്ങി താഴെ വീണ് സിഗരറ്റ് കുറ്റിയിൽ കത്തി. സ്വാഭാവികം. അങ്ങനെ ഇന്നതൊക്കെ നടക്കുമെന്ന് ഇവര് ആർക്കും പറയാനൊന്നും പറ്റില്ല. അവിടെ എരിയുന്ന സിഗരറ്റ് കുറ്റിയിൽ അവള് വീണു, അവൾ കത്തി. എന്തേ അവൾക്ക് കത്തിക്കൂടെ? സിഗരറ്റ് കുറ്റിയിൽ ഇപ്പോ എന്താ പെട്രോൾ കത്തൂലേ? എടാ ഇതൊന്നും ആൾക്കാർ വിശ്വസിക്കുന്ന കാര്യമല്ല. നീ അത് പോഴത്തര ഈ പറയണേ പൊട്ടൻ. എന്താ ഇപ്പൊ സിനിമയിൽ നടക്കുന്നതൊക്കെ ആൾക്കാർ വിശ്വസിക്കുന്ന കാര്യങ്ങളാണോ? എടാ എന്നാലും ഇത് കാണിക്കുമ്പോ ഇതിനേക്കാൾ വലിയ റിയാലിറ്റി നീ എന്തെന്നാ വേണ്ടത്? ഈ ജനങ്ങൾ കാണിക്കുന്ന മണ്ടത്തരല്ലേ സിഗരറ്റ് ഒക്കെ വലിച്ച് അവിടെ ഇവിടെ ഇടുന്നു. അങ്ങനെ ഒരെണ്ണത്തിൽ ഇവിടെ വീഴുന്നു, കത്തുന്നു. സ്വാഭാവികം, സംഭവിക്കാം. ഞാൻ തന്നെ ഒരു സിഗരറ്റ് കുറ്റി അല്ലെങ്കിൽ നീ തന്നെ ഒരു സിഗരറ്റ് കുറ്റി അത് വലിച്ച് അവിടെ ഇട്ട് കഴിഞ്ഞാൽ എരിയും. അതിലൊരു പെട്രോൾ വന്നു കഴിഞ്ഞാൽ കത്തും, ഷുവറായിട്ട് കത്തും. എടാ അങ്ങനെ കാണിച്ചാൽ തന്നെ അത് ഈ കഥയ്ക്കുള്ള ഫ്യൂച്ചർ എന്താണ്? നീ എന്താണ് ഈ പറഞ്ഞത്? നീ ബാക്കി കൂടെ പറയാം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ബാക്കി. ഞാൻ 2-3 മാസം ഉണ്ടാവും. ആ പൈസ കിട്ടാൻ സാധ്യതയില്ല. പാവപ്പെട്ട വീട്ടിലെ പെങ്കൊച്ചാണ്. എന്താടി എങ്ങനെ തരാനടി? നിനക്ക് വല്ല ജോലി ഉണ്ട? അതാ നീ ആ വീട് കണ്ടിട്ടാണോ നീ പറയുന്നത്? നീ ആ വീടാണ്, ആ വീട് ബാങ്കുകാരുടെ കയ്യിലാണ്. പിന്നെ നിന്റെ ചേച്ചി കുവൈറ്റിൽ പോയിട്ട് കാശുണ്ടാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഡയലോഗ് അടിച്ചിട്ടല്ലേ നിനക്ക് കാശ് വന്നത്? എന്നിട്ട് അവള് മരിച്ചു പോയെന്ന് പുതിയത് കഥയായിട്ട് വന്നിരിക്കുന്നു. എന്നിട്ട് ബോഡി എവിടെയാടി? ചേട്ടാ അവിടെ തന്നെ ദയിപ്പിച്ചു, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പൈസ ഇല്ലാഞ്ഞിട്ട്. നിന്റെ ചേച്ചിനെ കെട്ടിച്ചു വിട്ടപ്പോ കുറെ സ്വർണം കൊടുത്തല്ലേ കെട്ടിച്ചു വിട്ടത്? അങ്ങോട്ട് തിരിച്ചു പോയിരുന്നേ, അതിന്റെ നമ്മുടെ കടം വീട്ടൊന്നേ. എന്നിട്ട് നിന്റെ കറക്കവും ബാക്കിയുള്ള നടക്കുന്നുണ്ടല്ലോ. കാശിന് ഒരു മുട്ടുമില്ല. ആ വിഷ്ണുവിന്റെ കൂട്ടത്തിൽ ബൈക്കൊക്കെ ഇറങ്ങി നടക്കുന്നതും ബാക്കിയുള്ളതൊക്കെ ഞാൻ കാണുന്നില്ലെന്ന് കരുതിയാ. ഈ നാട്ടുകാർ കേട്ടാണ് നിനക്ക് കുഴപ്പം. കയ്യിൽ നിന്ന് കാശ് എണ്ണി മേടിക്കാൻ ഒരു കുഴപ്പമില്ലല്ലോ നിനക്ക്. കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ട് ഈ മുടന്തന്റെ ആയിട്ട്. കാശ് വരാതിരിക്കാനുള്ള മുടന്തന്റെ ആയം തന്നെ. ഇച്ചിരി നാളെ വേണ്ടി നിനക്കൊക്കെ 5-6 മാസമായി ഈ നടപ്പടക്കാൻ തുടങ്ങിയിട്ട്. എങ്ങനെ തരാനാണ്, എങ്ങനെ തരാനാണ് നീ? അതിന് അടുത്ത ഓപ്ഷൻ എന്തെങ്കിലും നോക്കേണ്ടി വരും. പൊക്കുന്ന കാര്യം ബെന്നിയോടൊന്ന് സംസാരിച്ച് നോക്കാം. ഞാൻ ബെന്നിയോടൊന്ന് സംസാരിച്ചിട്ട് പറയാം. ഞാനേ നമ്മുടെ ആ പെണ്ണിന്റെ ചേച്ചിയുടെ കേസിലേ അപ്പൊ അവള് ഒരു 5 ലക്ഷം രൂപ മറ്റേ അവന്റെ ഒന്ന് മേടിച്ചിട്ട് പ്രശ്നമുണ്ട്. അവന് ഇച്ചിരി പ്രശ്നമാണ്. അതിന് പൈസ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു അത് നഷ്ടക്കളിയാണല്ലോ അത്. കാരണം ഇവന്റെ ഒക്കെ ആണെങ്കിൽ പുളിങ്കൊമ്പാണ്. അവൻ കറക്റ്റ് സ്ഥലത്താണ് പിടിച്ചിരിക്കണേ. നിനക്ക് അതുകൊണ്ട് മെച്ചമൊന്നുമില്ല. പ്രേമമൊക്കെ ശരിയാണ്, അത് ആദ്യത്തെ കുറച്ച് നാളൊക്കെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ കാശ് തന്നെയാണ് വേണ്ടത്. എന്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് നീ ഒന്ന് ആലോചിച്ചും കണ്ടൊക്കെ ചെയ്യത്. പെണ്ണ് നല്ലൊരു കൊച്ചാണ്, അതാണ് നമ്മളിങ്ങനെ വിടാതെ കൊണ്ട് നടക്കണത്. പെണ്ണ് നല്ലതൊക്കെ ആയിരിക്കും. അത് എത്ര നാളുണ്ടാകും? 1 മാസം അല്ലെങ്കിൽ 1 വർഷം ഉണ്ടാകും. അത് കഴിഞ്ഞ് കാശിന് കാശ് തന്നെ വേണ്ടേ? നീ എന്താണെങ്കിലും നിന്റെ ജീവിതമാണ്. നീ ആലോചിച്ചും കണ്ടൊക്കെ ചെയ്യും. നിനക്കൊരു നഷ്ടം വരരുത്. കെട്ടണമെന്നുള്ളൊരു ആലോചനയിലാണ് ഇപ്പഴും ഇങ്ങനെ നിൽക്കുന്നു. എന്താണെന്ന് വെച്ചാല് കാണിച്ചാ
എന്താ വിളിപ്പിച്ചത്? ചേട്ടൻ്റെ പൈസയുടെ കാര്യം എന്തായി? അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്ത് ചെയ്യണോ? അവളെ പൊക്കാൻ പറ്റുമോ? എങ്ങനെ മനസ്സിലാക്കി? അവളെ നിങ്ങൾ പൊക്കുന്നു, നമ്മൾ കൽക്കട്ട വിൽക്കുന്നു. ഒരു 10-14 ലക്ഷം രൂപ കിട്ടും. മലയാളി ആയതുകൊണ്ട് നല്ല ഡിമാൻഡാണ്. അവൾക്ക് അത്രയും പൈസ കിട്ടും? അവൾക്ക് അത്രയും പൈസ കിട്ടും, മലയാളിക്ക് കിട്ടും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അവളെ പൊക്കണം, എത്തിക്കേണ്ടടുത്ത് എത്തിച്ചാൽ മതി. എങ്ങനെ? അതൊക്കെ പറയാം. നിങ്ങളെ അവളുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? നമ്മുടെ വീട്ടില് അവൾക്ക് അമ്മേനെ കിടപ്പുമാണ്. പിന്നെ ഫാമിലിപരമായിട്ട് വേറെ ആരും ഇല്ല. ആരും തിരക്ക് വരികയല്ല. തിരക്ക് വരാനായിട്ട് ഒരു ലവർ ആരെങ്കിലും ഉണ്ടോ? അവൾക്ക് കൊടുക്കാനായിട്ട് കറങ്ങി കിടക്കണ അറിയാം. അവനാളെങ്ങനെ? അവനാള് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും എന്തൊക്കെയോ. അപ്പോൾ അവനെ നിങ്ങളത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക. എന്നിട്ട് നിങ്ങൾ അവളെ പൊക്കുക, ബാക്കി നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഞാനൊന്ന് പറയാൻ ലീവിന്. ഉടനെ വേണേ അതെ. ഞാൻ എന്തായാലും ലീവിനൊന്നും കിട്ടും. എനിക്ക് കാര്യം പറയാം. ഇത് വിളിച്ചാൽ മതി. ഉടനെ തന്നെ വേണം. ഞാൻ ഉടനെ തന്നെ എന്തായാലും ഞാൻ ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ട്. ശരി ശരി. ചിലപ്പോൾ നടക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ വിളിക്കും. ചടയെന്ന് പറന്നങ്ങോട്ട് വന്നേക്കണം. ഇടം വല്ലതും നോക്കാതെ വിശ്വസിച്ച് എനിക്ക് പോകാല്ലോ. ഉള്ളി കിടക്കണ മദ്യാണ് വരണം. വരാം. ഞാൻ നിന്നെ വിളിച്ചത് എന്താണെന്നറിയാം? ഞാൻ നിന്റെ കൂട്ടുകാരനെ കാമുകേനെ വടി വെച്ച് ചീത്ത പറഞ്ഞത് ശരിയാണെന്നൊക്കെ പറഞ്ഞു. കാണിച്ച ശരിയും മര്യാദകൾ തന്നെ. അപ്പൊ നീ വികാസിന്റെ അടുക്കല് 2 ലക്ഷം രൂപ കിട്ടാനൊക്കെ പറയാണ്ട് വീട്ടിൽ ചെന്ന് ചീത്ത പറഞ്ഞു. അത് കാണിച്ചാൽ ഞാൻ അവന് കുറച്ച് പൈസ കൊടുത്തിട്ട് അവൻ അതുകൊണ്ട് ഗൾഫിൽ പോയി രക്ഷപ്പെട്ട് അവൻ്റെ വീട്ടുകാർക്ക് പൈസ അയച്ചു കൊടുക്കണം. ഞാൻ പൈസ ചോദിക്കുമ്പോൾ അവൻ മാത്രം പൈസ തരുന്നില്ല. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് കൊടുത്തതല്ല, ഞാൻ കടക്കാൻ്റെ മേടിച്ചാണ് അവന് കൊടുത്തത്. അത് അവൻ കൊണ്ടുപോയിട്ട് അവൻ സൂക്ഷിച്ച് വയ്ക്കണം, എനിക്ക് തരുന്നില്ല. അപ്പം അത് ചോദിച്ചത് എൻ്റെ അകത്ത് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണ് അല്ലേ? പരസ്യമായിട്ടല്ല ഇതൊന്നും ചോദിക്കേണ്ടത്. ഇത് ഇത്ര നാട്ടുകാരുടെ മുമ്പ് വെച്ച് തെറി പറയുക എന്നുള്ളത് അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. അതൊന്നും അംഗീകരിക്കത്തുമില്ല. ഞാൻ ഇത്രയും നാളും ചോദിച്ചിട്ടില്ല നിന്റെ അച്ഛന് 2 ലക്ഷം രൂപ തരാമെന്ന്. ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് എപ്പോഴും. ഇതില് ഇപ്പൊ നിന്റെ അച്ഛനെ വന്നിട്ട് എനിക്ക് മുതലും ഇല്ല, പലിശയും ഇല്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ഞാൻ എന്ത് ചെയ്യും? ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വിളിച്ചത്. ഞാൻ വിളിച്ചത് നിന്നോട് നിന്റെ കാമുകി എനിക്കൊരു 10 ലക്ഷം രൂപ തരാമെന്ന്. അപ്പോ നീയാണ് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കുന്നതാണ് പൊതുവെ പറച്ചില്. അപ്പൊ ആ പൈസ നീ തരുവോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ ഇവിടെ വിളിച്ചു വരുന്നത്. ആ പൈസ ഞാനെന്തിനാ എന്റെ കാമുകി മേടിച്ച പൈസ അത് അവള് കിട്ടാനുള്ള കാര്യങ്ങൾ അവൾ നോക്കിക്കൊള്ളും. ഞാനിതിന് ഇപ്പൊ എന്റെ കടം തീർക്കാൻ പോലും എനിക്ക് രക്ഷയില്ല. അപ്പൊ അതിനൊക്കെ ഞാൻ വേറൊരാളുടെ കടം ഞാനതിന് ഏറ്റെടുക്കുന്നത്. നിന്റെ അച്ഛൻ മേടിച്ച പൈസയും ഇപ്പോ അവള് മേടിച്ച പൈസയും തരേണ്ട ഉത്തരവാദിത്തം നിന്നിലോട്ട് മാറിയിരിക്കുകയാണ്. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നീ പ്രേമിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ എന്താ? നിനക്കും കൂടി പ്രയോജനം ചെയ്യുന്ന ഒരു പരിപാടി എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായില്ല. ഞങ്ങൾ ഈ പലിശക്കാർക്ക് തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഞങ്ങൾ ഈ പലിശക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ചെറിയൊരു ഇൻഷുറൻസ് എടുക്കുന്നു. ആ ഇൻഷുറൻസ് കവറേജ് നോമിനി നമ്മളായിരിക്കും. അത് മേടിച്ചു തരാനുള്ള വക്കീലും ഞങ്ങളുടെ കയ്യിലുണ്ട്. നീ അതിൻ്റെ അകത്ത് കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ തരാനുള്ള 2 ലക്ഷം രൂപയും നിന്റെ കൂട്ടുകാരൻ തരാനുള്ള പൈസയും പിന്നെ നിനക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള എന്തെങ്കിലും ആയിട്ട് നിനക്കും കിട്ടും. നിനക്കും നേട്ടമുള്ളൊരു പരിപാടിയാണ് ഞാനിപ്പോൾ പറയുന്നത്. പ്രേമം തന്നെ ആയിരുന്നാടാ? പ്രേമം തന്നെയായിരുന്നു.
ഞാൻ എന്റെ കാര്യം നോക്കണ്ടേ? അവൾക്ക് വീടും ഇല്ല, ചേച്ചി മരിച്ച്, എല്ലാം എന്റെ തലയിലൊക്കെ വന്നിരിക്കണത്. നീ തന്നെയല്ലേ പറഞ്ഞു അവള് മുങ്ങാമ്പോടെ കപ്പലാണ് മറ്റാണെന്നൊക്കെ. ഇപ്പൊ നിനക്കൊക്കെ ഇപ്പൊ എന്താ പ്രശ്നം? എന്താ അവളെ അവര് മറ്റേ ആ കൊൽക്കത്തക്കാരുടെ കമ്പനിയാണ്. ഏത് അവൻ അവളുടെ കാശ് മേടിച്ചാണ് ഈ നാട്ടിൽ മൊത്തം കൊടുത്തിരിക്കണത്. അത് ഇവന് വല്ലതും അറിയാവാ? അങ്ങനെയൊന്നും ഇല്ല, ഇത് അങ്ങനെയൊന്നും അല്ല. ഇത് സംഭവം സീനാകും കേട്ടാ. ആ പെങ്കൊച്ചെവിടെയാണെന്ന് നമ്മളിവിടെ ആലോചിച്ചിട്ട് കാര്യമില്ല. ആ പെങ്കൊച്ചിനെ പോയി തപ്പാം ഭാഗം. കാരണം നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അവര് നാളെ രാവിലെ ആകുമ്പോ അവള് ഇവിടെ അന്ന് നിങ്ങൾ പറയണേ നീയോ പെങ്കൊച്ചിനെ കൊണ്ടുപോയി എന്താടാ സീൻ? എന്താടാ അവരിങ്ങോട്ട് വരുന്നുണ്ടോ? വേറെ വലിയ പണിയില്ല, അതല്ല പണിയെന്ന്. എന്നാ ചെല്ലി പോയി നിന്നോട് ഞാൻ വെറുതെ കാണിക്കാല്ലോ. നീ എന്തിനാണ് എടുത്ത് ഒഴിക്കാൻ പോയത്? എനിക്കിത് അപ്പോഴേ അറിയായിരുന്നു എല്ലാം കുടുങ്ങുമെന്ന്. ഇപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവം നടന്നില്ലേ? ഇത് ആശുപത്രി കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഇനി അതിനെ നിന്നിരുന്നെങ്കിൽ ആൾക്കാരെ നമ്മളെ തല്ലിക്കൊന്നാനേ. പിന്നത് എങ്ങനെയാണ് കത്തിപ്പിടിച്ചത്? എനിക്കറിയാൻ പറ്റില്ല. ഞാൻ അവള് എന്റെ നേരെ വന്നപ്പോ അവളെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒഴിച്ചതേ ഉള്ളൂ. എനിക്കറിയാൻ പറ്റില്ല എങ്ങനെ കത്തിയെന്നൊന്നും. ഇനി അതും ഇതും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. ആ കൊച്ചു മരിക്കാതിരുന്നാ മതിയായിരുന്നു. ഇത് മരിക്കുമെന്നാണ് എനിക്ക് ഒന്നാമതായിട്ട് അടിച്ചപ്പോ തന്നെ അതിന്റെ ബോധം പോയി. ഇനി ആ ഓട്ടോക്കാരൻ ഇനി പോലീസുകാർ വരുമ്പോഴത്തേക്ക് ഉള്ള കാര്യം എല്ലാം തുറന്നു പറയും. ഇനി ആ പെങ്കൊച്ചി എന്തൊക്കെയാണ് ആ ഓട്ടോക്കാരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആർക്കറിയാം. ഇതൊക്കെ ആലോചിച്ചിട്ട് തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. ഇതിനൊക്കെ കാരണം നീ ഒറ്റൊരുത്തനാണ് കാരണം. ഞാൻ ഓർത്ത ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. എടാ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആലോചിച്ചും കണ്ടും വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇങ്ങനെ ഞാൻ ഓർത്ത ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ആ പെങ്കൊച്ചിനൊന്നും പറ്റായിരുന്നാ മതിയായിരുന്നു. നടന്നത് ഇതെല്ലാം സംഭവിച്ചത്. ഞാനൊന്ന് കണ്ണടച്ച് നമ്മളെല്ലാവരും രക്ഷപ്പെടുമെന്ന് ഓർത്ത്. ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഓർത്ത. രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴി ആലോചിക്കും. ഇനി അതും ഇതും പറഞ്ഞു തന്നിട്ട് ഒരു കാര്യമില്ല. ആ പെൺകൊച്ചു മരിക്കാതിരുന്നാ മതിയായിരുന്നു. ഒടുവിലായ കാരണം പോലീസുകാർ നമ്മളെ ഇവിടെ വന്ന് പോകും, ഇല്ലെങ്കിൽ നാട്ടുകാർ വന്ന് പോകും. നാട്ടുകാർക്ക് അറിയാൻ പറ്റാത്ത സ്ഥലങ്ങളൊന്നും അല്ല ഇത്. നീ ആ പാവം പെണ്ണിനെ ചതിച്ചത് നീ അനുഭവിക്കണം. നീ ആ കൊച്ചിനോട് കാണിച്ചതില്ല, ചതിയായി പോണം. ഞങ്ങളെ കൂടി വലിച്ചടിച്ചിട്ടാണ് നീ ഇതിനകത്ത്. എടാ ഇനി കാര്യം കോടതിയിലായതുകൊണ്ട് പോലീസുകാർ വരണം, കേസ് അന്വേഷിക്കണം, ഓരോ പോലീസുകാരെ കാണിക്കണം. വലിയ പരിപാടിയാണ്. എന്തിനാ പോലീസ്? പോലീസ് ഇല്ലാണ്ട് പിന്നെ എന്ത് കഥയാടാ? പോലീസിന്റെ ആവശ്യം എന്താ? പോലീസ് ഇല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ഏത് പടം ഇറങ്ങണം? നീ ഒന്ന് പറഞ്ഞു, ഞാൻ കേൾക്കട്ടെ. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ കാക്കിയിട്ടവരെ കാണുമ്പോൾ അതൊന്നും പറയാൻ പറ്റൂല. പോലീസുകാർ അറ്റ്ലീസ്റ്റ് ഒരു സിഗരറ്റ് വലിക്കുന്ന സീനെങ്കിലും കൊടുക്കണം പോലീസുകാർക്ക്. അത് മാത്രമല്ല, ഇത്രയും വലിയ ക്രിമിനൽ കേസ് വന്നിട്ട് ഒരു പോലീസുകാരനെ പോലും കാണിക്കാതെ പണം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നാട്ടുകാർ എങ്ങനെ വിശ്വസിക്കാനാണ്? നാട്ടുകാർ വിശ്വസിക്കുന്ന രീതിയിൽ ചെയ്യണം. അതിനുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതിനുള്ള പോലീസുകാരെ കാണിക്കാണ്ട് നാട്ടുകാരെ ഈ പണം കൊണ്ട് കാണിച്ചിട്ട് നാട്ടുകാരെ എങ്ങനെ കൺവിൻസ് ആവുന്ന ഈ പറയണേ? പോലീസ് വരാതെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്താ പോരെ? എടാ നീ ടെൻഷൻ അടിക്കല്ലേ?
ഇപ്പൊ അവന്മാരുടെ ആംഗിളിലാണ് കഥ പോകുന്നത്. അതിന്റെ അകത്ത് വെറുതെ പോലീസിനൊന്നും വെക്കണ്ടടാ. അവന്മാരിപ്പോ എങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ആലോചിക്കുന്നത്. എങ്ങനെ ചെയ്യും? ആ രാത്രി പോകാൻ പെണ്ണൊക്കെ ഉണ്ടോ അല്ലേ? പ്രശ്നമുണ്ട്. പ്രശ്നം എന്ത് പ്രശ്നം? അവിടെ ചാടിപ്പോയി. ചാടിപ്പോയോ? ഇത്രയാണെന്ന് പറഞ്ഞായിരുന്നു. ഇവൻ ചാടിപ്പോയത്. നീ വലിയ കുത്തിമാരെന്ന് പറയാനും വേണ്ട. നീ ഷോ കാണിച്ച ആ പെണ്ണിനെ ആരെ വിളിച്ചിറക്കിയിട്ടുള്ള ആ പെണ്ണി ചാടിപ്പോ. നീ ഇവിടെ ചാടിപ്പോയെന്ന് പറയാനാണ് ഇപ്പൊ ഇങ്ങോട്ട് ചാടിപ്പോയതൊന്നുമല്ല. നമുക്ക് അവിടെ പോണവരെ കാമുകമായിട്ട് കണ്ടേണ്ടൊക്കെ സീനായി അവനോട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചെന്നൊക്കെ പറയണം. ഇപ്പൊ നമ്മളെല്ലാവരും പെട്രോൾ കേട്ടാ പെട്രോൾ ഒഴിച്ച് കത്തി. ആ ഇപ്പൊ ആള് ജീവനോടെ ഇല്ല. ഇല്ലെന്നേ. സഭ ഞങ്ങളെ രക്ഷിക്കണം. ഞാൻ എന്ത് രക്ഷിക്കാം? ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞ പോലീസ് കേസുമായിട്ട് ഇങ്ങോട്ട് വരരുത്. ഇവിടുന്ന് വാങ്ങിക്കോ. നിന്നോട് ഞാൻ എന്തെന്നാ പറഞ്ഞത്? പോലീസ് കേസ് ആക്കണം, ഒരു കാര്യം ഇങ്ങോട്ട് കൊണ്ടുവരുത്. അവളെ ജീവനോടെ കൊണ്ടുവരാനാണ് നിന്നെ പറഞ്ഞത്. മാർഗം ഇറങ്ങിക്കോ ഇവിടുന്ന്. പിന്നെ താഴെ 10 ലക്ഷം എഴുതിത്തള്ള മറ്റൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പെണ്ണ് പൊക്കാന്ന് പറഞ്ഞത്. പിന്നെ സാബുമായിട്ട് ഞാൻ അവിടെ പൊക്കി കൽക്കട്ട കൊണ്ടാക്കണം 16 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം തീർക്കും. 6 ലക്ഷം എനിക്ക് കിട്ടുമെന്ന് പറയുന്നത്. സീനാക്കണ്ട. ഞാൻ എന്നെ കൊണ്ടുവരാൻ തോക്കെടുപ്പിക്കുന്നു. നിന്റെ 1 കോടി രൂപ മറ്റേ കെട്ടിട്ടുണ്ടോ നമ്മൾ ഈ ചെയ്തത്. ഇനിയിപ്പോ എന്നാ ഉണ്ടോ നമ്മുടെ എല്ലാം കുത്തമ്പഴിഞ്ഞ പോലെ നിന്നു. എന്തായാലും പെടും. വരുന്നത് വരട്ടെ. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നമുക്ക് ഉള്ള കാര്യം തുറന്ന് പറഞ്ഞായിരിക്കും നല്ലത്. അതാകുമ്പോഴത്തേക്ക് ഇടിയുടെ എണ്ണം കുറയും. എന്തെങ്കിലും ഒന്ന് പറയടാ. ഒന്ന് വരുന്നത് ഉള്ളതെല്ലാം പരത്തി വെച്ചിട്ട് അവൻ മിണ്ടാണ്ട് നോക്കി ഇരിക്കണവൻ. എനിക്ക് പരിചയമുള്ള ഒരു വക്കീലുണ്ട്. നമുക്ക് പുള്ളിനെ ഒന്ന് വിളിച്ചാലോ? പുള്ളിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് വേണ്ടി പോണ വഴി നമ്മൾ ആരും വിളിച്ചതന്നെ. എന്തായാലും രാത്രി ആവട്ടെ. നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ വക്കീലിലേക്ക് എത്തത്തില്ല. എൻ്റെ പേടി നമ്മൾ ചെയ്ത ഇതെല്ലാം ആരെങ്കിലും വീഡിയോ പിടിച്ച് വാട്സപ്പിലിട്ടുണ്ടെന്ന് എൻ്റെ പേടി. എന്നാ ആവശ്യമില്ലാത്തൊന്നും പറയാതെണ്ണ. എന്തായാലും രാത്രി ഒന്നാവട്ടെ. നമുക്ക് രാത്രി വക്കീലിനെ പോയി ഒന്ന് കാണാം. അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അതൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പൊ ഇനി കോടതിയും കാര്യങ്ങളൊക്കെ ആവൂല്ലേ? ഒരു കോടതിയിലും പോണ്ട, ഒരു കോത്തായടത്തും പോണ്ട. എന്തുന്നാ നീ പറയണേ? ഈ കോടതി പോകാണ്ട് ഈ കഥ ഇനി എങ്ങനെ മുന്നോട്ട് പോണേ? ഇതൊക്കെ ചെറിയൊരു സ്വപ്നമായിരുന്നു. എന്ത്? എടാ ചെറിയ സ്വപ്നമായിരുന്നു. സ്വപ്ന? എടാ ആ അടി നടക്കുമ്പോ ഒരുത്തൻ അടി കൊണ്ട് നിലത്ത് കിടക്കുന്നത് നീ കണ്ടിരുന്നോ? അവൻ കണ്ട ചെറിയൊരു സ്വപ്നമാണ് അത്. ഇത് പോയാലിറക്കാം. വെറുതെ ഒരു പൊട്ടം കഥയൊക്കെ വന്നേക്കണ്. അതെന്താ? അവനിക്ക് സ്വപ്നം കണ്ടുപോയി. അവൻ വീണ് കിടക്കുമ്പോ കണ്ട കാഴ്ചപ്പാട് ഇതൊക്കെയായിരുന്നു. ആ കാഴ്ചപ്പാടാണ് നമ്മളിപ്പോ പറഞ്ഞു പോയത്. അതെന്താ അവനിക്ക് ഇത്രയും വലിയ സ്വപ്നം കാണാൻ പാടില്ല? അങ്ങനെ ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെയാണ് ഈ സിനിമ. അപ്പൊ ഇനി ബാക്കി എന്താ സംഭവിക്കാൻ പോണേ? ബാക്കി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നീ കണ്ടു. ഈ ആ ബെന്നിനൊന്ന് വിളിച്ച്. അപ്പൊ ഭയങ്കര ഫ്രോഡാണ് കേട്ടോ. ഹലോ, നീ എവിടെയാണ്? നീ പറഞ്ഞൊന്നും എനിക്ക് സമ്മതമല്ല. എനിക്ക് പൈസയും വേണ്ട, ഒരു സാധനവും വേണ്ട. പെണ്ണെവിടെയാണെന്ന് പറ. എനിക്ക് അവളെ കിട്ടിയാൽ മതി. നീ അതൊന്നും പറയണ്ട, എനിക്കത് മതി. എനിക്ക് നിന്റെ പൈസയും വേണ്ട, ഒന്നും വേണ്ട. പെണ്ണെവിടെയാണെന്ന് പറ.
കട്ട് ചെയ്യും. അവൻ ഞാൻ പറഞ്ഞു ഈ കഥയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ സിനിമക്ക് വേണ്ടി. നമ്മൾ പറയുന്നത് ചരിത്ര കഥയൊന്നുമല്ലല്ലോ. അത് കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൺവിൻസ് ആവും. അങ്ങനെയുള്ള പടങ്ങൾ വിജയിക്കും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഒന്നും ചെയ്യാത്തതിന് നല്ലതല്ലടാ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്തായാലും പ്രൊഡ്യൂസർ വൈകുന്നേരം കാണാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണെങ്കിൽ കഥയുണ്ട്. ഏതായാലും എപ്പോഴാണ് കാണാൻ പറ്റുക എന്നുള്ളത് നീ നോക്കി. നമുക്കിപ്പോൾ ഒരു കഥയുള്ള ഒരു കോൺഫിഡൻറ്റിൽ സാറിനൊന്ന് മീറ്റ് ചെയ്യാനോ. നീ എന്തായാലും ഒന്ന് വിളിച്ചു നോക്ക്. ഹലോ സാറേ, സാറേ ഒരു കഥ പറയാൻ എപ്പോഴാണ് ഞങ്ങൾ എത്തേണ്ടത്? എവിടെ എത്തേണ്ടത്? ലൊക്കേഷൻ ഒന്ന് പറയാം. സാധനം കംപ്ലീറ്റ് കഴിയുന്നു. അങ്ങേർക്ക് പുതിയ കഥ കിട്ടി. അങ്ങനെ അതിൻ്റെ പുറകെയാണ്. അതുകൊണ്ട് പഴയതുപോലെ തന്നെ ആയല്ലോ. നമ്മൾ ഇത്രയും നേരം കണ്ടത്
കഥ വായിച്ചത് എന്തിനാ? കഥ പറഞ്ഞത് എന്തിനാ? ഒരു കഥ ചെയ്യാം. ഏതായാലും ഒരു കഥ കയ്യിലായല്ലോ. നീ ഒരു കാര്യം ചെയ്യ്. എൻ്റെ കയ്യിൽ ഇനിയും ഒരുപാട് കഥകൾ. ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കഥകളൊക്കെ ചെയ്യും. ഇനി എനിക്കൊരു പ്രൊഡ്യൂസർ, ഞാൻ വലിയൊരു ഡയറക്ഷനൊക്കെ ചെയ്യും. ഞാനിത് ഡയറക്ഷനൊക്കെ വിട്ടിട്ട് ആക്ടിങ്ങിലേക്ക് പോകുന്നതായിരിക്കും നല്ലതില്ല. അതിന് വേണമെങ്കിൽ ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ആണോ? ചെയ്തു തരാൻ പറ്റും. അതില്ല നല്ലത്. ശരി, പോകാം.